കാണുന്നു. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം. നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം. ഇങ്ങനെ കുറേ ആഹ്വാനങ്ങൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഒരാഹ്വാനം മാത്രം നമ്മൾ ഒന്ന് നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ ആ വാക്യം പറയുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കണം. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്കണം. കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്കണം. ആരെ നോക്കണം? യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഈ 12th എഴുതുന്ന മക്കൾ, പിന്നെ IAS ട്രെയിനിങ്ങിനൊക്കെ പോകുന്നവർ, എന്തിനേറെ പറയുന്നു, കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്താറുണ്ട്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്താണ്? യു ക്യാൻ ഡു. വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, ബിസിനസ് സക്സസ് ആയിട്ടുള്ളവരെ കൊണ്ടുവന്ന് മോട്ടിവേഷൻ നടത്തും. മോട്ടിവേഷൻ സ്പീക്കിംഗ് മാത്രമായിട്ട് ഉപജീവനമായിട്ട് തൊഴിലായിട്ട് അത് സ്വീകരിച്ച ഒത്തിരി പേരുണ്ട്. അടുത്ത ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പഠിച്ച അന്നത്തെ ഒരു രാഷ്ട്രീയക്കാരനായ പയ്യനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എന്താ ചെയ്യാൻ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ അതൊരു തൊഴിലായിട്ട് കാണുന്നവരുണ്ട്, അത് നല്ലൊരു പ്രൊഫഷനായിട്ട്. പക്ഷെ അവർ നല്ല അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവരത് തൊഴിലായിട്ട് കാണുന്ന ഒത്തിരി മോട്ടിവേഷൻ സ്പീക്കേഴ്സുണ്ട്. അവർ സാധാരണ ഉപയോഗിക്കുന്നത് ഓരോ സക്സസ് ആയിട്ടുള്ള ഓരോരുത്തരുടെ സ്റ്റോറീസ് ഉപയോഗിക്കും. സാധാരണ മലയാളികൾ മറക്കാത്ത ഒരു മോട്ടിവേഷൻ കഥയാണ് KR നാരായണൻ എന്ന ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തിയ 1-ാമത്തെ പൗരനായ നമ്മുടെ മലയാളിയായ നമ്മുടെ സമീപ നാട്ടുകാരനായ ഒരു മഹാൻ്റെ ചരിത്രം. ആ ചരിത്രം മിക്കവാറും പിള്ളേർക്കെല്ലാം അറിയാം. സ്വന്തം കൂട്ടുകാരൻ്റെ വീട് കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ പട്ടിക്കുട്ടി കഴിക്കുന്ന ഭക്ഷണം കണ്ട് കൊതിച്ച് വന്ന ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം AEO എഡ്യൂക്കേഷൻ ഓഫീസർ സ്കൂളിൽ വന്നപ്പം ചോദിച്ചു, എന്താകണം ചോദിച്ചപ്പോൾ ഓരോരുത്തരും പറഞ്ഞു, പൈലറ്റ് ആകണം, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, സാറാകണം, മെമ്പറാകണം, മന്ത്രിയാകണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ആ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പിന്നെ പഠിച്ച് ഉയർന്ന് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് അവിടുന്ന് ബിരുദം നേടി തിരിച്ചു വരുമ്പോൾ അവിടുത്തെ വൈസ് ചാൻസലർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തൻ്റെ കയ്യിലൊരു കശത്ത് കൊടുത്തു വിട്ടു. ഇവനെ വെറുതെ ഇന്ത്യയിലെ ഏതെങ്കിലും കോളേജിൽ ഒതുക്കി കളയരുത്, ഇവൻ ഭാരത രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുചേരേണ്ടവനാണെന്ന് പറഞ്ഞ ആ കത്ത് തൻ്റെ ജീവിതത്തെ മാറ്റി ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തിയ KR നാരായണൻ്റെ കഥ സാധാരണ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയാറുണ്ട്. ഇങ്ങനെ പലരുടെയും കഥകൾ പറയാറുണ്ട്. ആദ്യത്തെ ഗാനം ആർക്കും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അന്നത്തെ റേഡിയോയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ നിൻ്റെ സൗണ്ട് ശരിയല്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആ സൗണ്ടിൻ്റെ ഉടമസ്ഥനാണ് യേശുദാസ്. ഇങ്ങനെ എത്രയോ പേരുടെ സക്സസ് ആയിട്ടുള്ള കഥകൾ, അവർ പരിശ്രമിച്ചത് കൊണ്ട് വീണ്ടും കയറി വന്ന കഥകൾ. ഈ കഥകളൊക്കെ പറഞ്ഞാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പ്രധാനമായിട്ടും അവിടെ പ്രഭാഷണം മുമ്പോട്ട് കൊണ്ടുപോവുക. പക്ഷേ മോട്ടിവേഷന് വേണ്ടി അല്ലെങ്കിൽ തിരുത്താൻ വേണ്ടി, അറിയാൻ വേണ്ടി നോക്കേണ്ടത് മറ്റാരെയുമല്ല. ആരെ നോക്കിയാൽ മതി? യേശു കർത്താവിനെ നോക്കിയാൽ മതി. എല്ലാവരും പറഞ്ഞ് ആരെ നോക്കിയാൽ മതി? ഏത് പ്രായത്തിലും യേശുവിനെ നോക്കാൻ കഴിയും. യേശു കർത്താവ് 12 വയസ്സ് പ്രായം ദേവാലയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പെരുന്നാളിന് ദേവാലയത്തിലേക്ക് പോയിട്ട് ഈ പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും കൂടെ തിരിച്ചു വരുമ്പോൾ, നമുക്ക് ഈ പെരുന്നാൾ കഴിഞ്ഞ് പോകുന്നത് നല്ല രസമാണ് കാണാൻ. രാത്രി പെരുന്നാൾ കഴിഞ്ഞ് പോകുന്നത് ഇങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഒരു പോക്കുണ്ട്. എല്ലാവരുടെയും കയ്യിൽ എന്തോ കാണും, ഒരു കുരങ്ങ് ബലൂൺ കാണും. അതാർക്ക് കൊടുക്കാനാ? പിള്ളേർക്ക്. കണ്ടിട്ടില്ലേ? ഭയങ്കര ബഹളമായി നടന്നു പോകുന്നത് കുരങ്ങ് ബലൂണ്, പിന്നെ അകത്ത് കടുകുള്ള ബലൂണ്, പിന്നെ കുറേ ഊത്ത്, ഇതെല്ലാമായിട്ട് ഇങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് നടന്നു പോകും. പക്ഷേ പെരുന്നാൾ പോയ യേശു കർത്താവിനെ അവിടെ തിരിച്ചു വന്നപ്പം കണ്ടില്ല. സഹയാത്രിക്കാരുടെ കൂട്ടത്തിൽ കാണുമെന്നുള്ള ചിന്തയിൽ അവരിങ്ങി പോന്നു. ഏറ്റവും ഒടുവിൽ തിരിച്ചു ചെന്നപ്പം താണ്ടിരിക്കുന്നു യേശു കർത്താവ്. എവിടെ ഇരിക്കുക? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുക. എത്രാം ദിവസം തിരിച്ചു ചെന്നേ? 3-ാം ദിവസം. 3 ദിവസമായിട്ട് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്ന് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരുന്ന് വലിയ കാര്യങ്ങളൊക്കെ പറയുക, തോറ വായിക്കുക, സംസാരിക്കുക, വായിക്കുക, പഠിക്കുക. വയസ്സ് ഉറക്കെ പറഞ്ഞ് വയസ്സ് 12. പച്ച മനുഷ്യൻ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു യേശു. 12 വയസ്സിൽ എവിടെ ഇരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുക. എന്നെ കേൾക്കുന്ന പൊന്നോമന മക്കളെ, 11, 12, 13, 14 ആ പ്രായമൊക്കെ ഉള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിക്ക്. 11, 12, 13. ചക്കര മുത്തുകളെ, ഈ മക്കളുടെ ഇപ്പോഴത്തെ കൈ കാത്തിട്ടു. ഈ മക്കളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മൾ വീട്ടിലോട്ട് കൊണ്ട് ഫോൺ വെച്ചാൽ ഇരിപ്പിൽ കാണത്തില്ല.
ഫോൺ അങ്ങോട്ട് വെക്കുന്ന താമസം അടിച്ചുകൊണ്ട് പോകും. എൻ്റെ മോനും കൊണ്ട് എനിക്കും കൊണ്ടൊരു പരുന്നുകാരൻ, എവിടെ വെച്ചാലും സൂത്രത്തിൽ അവൻ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എവിടെ ആ ഫോണും തപ്പുമ്പം വിളിച്ച് നോക്കിയാൽ കട്ട് ചെയ്താൽ ഓർത്തോണം അവനാണ്, അവൻ്റെക്കാണ്. എല്ലാ മക്കളും ഫോൺ എടുത്തുകൊണ്ട് പോവുക. ആണോ? അത് എൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ. അല്ല, എല്ലായിടത്തേയും പ്രശ്നമാണ് അല്ലേ? തുല്യ ദുഃഖിതരാ. സ്വന്തമായിട്ടുമുണ്ട് 11കാർക്ക്. അതാരാടാ സ്വന്തമായിട്ട് ഫോണുള്ള 11കാരെന്ന് കൈ പൊക്കിക്ക്. 11, 12 സ്വന്തമായിട്ട് ഫോണുള്ളേ. സ്വന്തമായിട്ട് ഫോണുണ്ടോടാ? എൻ്റെ പൊന്നെ തീർന്നടാ മക്കളെ. ഫോണുണ്ടോടാ അക്കരെ? മക്കൾക്ക് ഫോണുണ്ടോ? ചക്കരയ്ക്ക് ഫോണുണ്ടോ? ഇല്ലേ? എടുത്തോണ്ട് പോകുമോ? ഫോൺ എടുത്തോണ്ട് പോയിട്ട് മണിക്കൂറുകൾ അതിൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ കണ്ടുകൊണ്ട് നോക്കില്ലേ? അവക്കില്ലേ എന്നാണ് പറഞ്ഞ്. ഇല്ലേ, ഇതുവരെ തന്നില്ലല്ലേ? എന്തോ ചെയ്യാനാ മക്കളെ. നീ നല്ലപോലെ ഈയിടയ്ക്ക് ഒരു കുഞ്ഞ് ഉപവസിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞ ഐഫോൺ കിട്ടാനാണ് വിഷയം. ഐഫോൺ കിട്ടാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ വരെ ഒക്കെ. അപ്പോൾ ഇവരെല്ലാം ആരെ നോക്കണം? യേശുവിനെ നോക്കണം. 12 വയസ്സ് യേശു കർത്താവ് കുത്തിയിരുന്ന് 3 ദിവസം എന്തോ വായിച്ചു? ന്യായപ്രമാണം. ഇന്നെൻ്റെ ഭാഷ പറഞ്ഞാൽ വേദപുസ്തകം വായിക്കുക. വേദപുസ്തകം വായിക്കാൻ മടിയുള്ള എല്ലാ മക്കളും ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. യേശു കർത്താവ് 12ാമത്തെ വയസ്സിരുന്ന് എന്ത് ചെയ്തു? വേദപുസ്തകം വായിച്ചു. എത്ര ദിവസം? 1, 2, 3. നമ്മളിൽ പലരും എപ്പോഴാണ് വേദപുസ്തകം വായിക്കുക? ധൃതി വെച്ച് വഴക്ക് പറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വായിക്കുന്ന മക്കളാ പലരും. 21-ാം സങ്കീർത്തനം അല്ലേ? 117 ഏറ്റവും ചെറിയൊരു സങ്കീർത്തനം വായിച്ച് ഓടുന്നവരെല്ലാം. അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയൊരു അത് തന്നെ. ഒരു കൊച്ചനെ ഒരിക്കൽ തോച്ചെന്ന് എനിക്ക് അപ്പനാകണം, ഞാനെന്നാ പപ്പയാണെന്ന് ചോദിച്ചു. മുട്ടയെന്ന് വിരിഞ്ഞില്ല, അവന് പപ്പയാകണം. അപ്പനങ്ങ് ദേഷ്യം വന്നു. നിനക്കിപ്പോൾ അപ്പനാണോണ്ടാ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അപ്പൻ എന്നും വന്നിട്ട് ചാരികസാരെ കിടക്കും, ഇച്ചിരി അടിച്ചിട്ടാ. മോനോട് പറയും, പോയി പാടടാ, പ്രാർത്ഥിക്കടാ, വേദോസം വായിക്കടാ. അപ്പോൾ പാടി വേദോസം വായിച്ചു, പ്രാർത്ഥിച്ചു. കഴിഞ്ഞോ? പ്രാർത്ഥിച്ചോടാ. പ്രാർത്ഥിച്ചു. എന്നാൽ പോയി കഴിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവന് പിടി കിട്ടി. അപ്പനായ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് അവനൊരു ദിവസം ചോദിച്ചത്, ഞാൻ അന്നാണ് അപ്പനാകുന്നത്. അപ്പനായ പ്രാർത്ഥിക്കണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിപ്പിച്ചാൽ മതി. അപ്പന്മാർ വേദോസം വായിക്കുന്ന കാണുന്ന കുറവാണ്. അവരെന്നും വായിക്കടാ പ്രാർത്ഥിക്കടാ എന്ന് പറയല്ലാതെ ഇവർ പ്രാർത്ഥിക്കുന്ന കുറവാണ്. അതുകൊണ്ടാണ് കൊച്ചി ചോദിച്ചത് ഞാനെന്നാ അപ്പനാണ്. പക്ഷേ എല്ലാ 12 കാര്യം ആരെ നോക്കി പഠിക്കണം? യേശുവിനെ നോക്കി പഠിക്കണം. എല്ലാ മനുഷ്യരും യേശുവിനെ കർത്താവിനെ നോക്കി പഠിക്കണം. കുത്തിയിരുന്ന് യേശു കർത്താവ് 3 ദിവസം എന്ത് വായിച്ചു? വേദപുസ്തകം വായിച്ചു. ഇത് വളരെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രയാസമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. എനിക്കങ്ങനെ അനാവശ്യ വിമർശനങ്ങളിൽ ഇഷ്ടമില്ലാത്തൊരു കാലം. എന്നാൽ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ വർഷിപ്പൊക്കെ ചെയ്യുന്ന പല സഹോദരങ്ങളും പ്രസംഗം തുടങ്ങുമ്പോൾ ഇറങ്ങിപ്പോവും. പിന്നെ അവരവരുടെ ലോകത്ത്. അതുകൊണ്ട് ലാസ്റ്റിലൊരു പാട്ട് പാടാൻ വിളിച്ചാൽ ഇവിടെ പ്രസംഗിച്ചത് എന്താ, അവിടെ പാടുന്നത് എന്താണെന്ന് ഇവർക്ക് ഒരു കണക്ഷനും കിട്ടത്തില്ല. കാരണം ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നല്ലൊരു മെസ്സേജ് പറഞ്ഞിട്ട് പാടാൻ വിളിച്ചപ്പോൾ അവർ മരണത്തെക്കുറിച്ച് പാടിക്കളഞ്ഞു. കാരണം അവൻ കേട്ടില്ല. ഓടി വന്ന് പാടുക വളരെ സ്ലോയിൽ. അവൻ്റെ ആ സ്ലോ വർഷിപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ ഉണ്ടല്ലോ, ഞാനും മനുഷ്യനല്ലേ, ഞാൻ പിന്നെ എന്നെ അങ്ങ് സ്ലോ ആക്കി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും പ്രസംഗിച്ചതെല്ലാം വെറും ഷൂ ആയി പോകത്തില്ലേ. എൻ്റെ പൊന്നോമന മക്കളെ, ഇറങ്ങിപ്പോകരുത്. വർഷിപ്പ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ത്? ദൈവത്തിൻ്റെ വചനം. നമ്മളെ നിലനിർത്തുന്ന എപ്പോഴും ദൈവവചനമാണ്. ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ വചനം വായിക്കേ ഒക്കത്തുള്ളൂ. വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിക്കണമെങ്കിൽ കണ്ണുള്ളപ്പോഴേ വായിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് കണ്ണിന് കാഴ്ചയുള്ളപ്പം വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിച്ച് പഠിക്കും. എത്ര മഹാരഥന്മാരുണ്ടെന്നറിയാം. കേരള രാഷ്ട്രീയത്തിലെ പല അക്രൈസ്തവരായ പ്രിയപ്പെട്ടവരും രാവിലെ വേദപുസ്തകം വായിക്കുന്നവരാ. എന്തുമാത്രം അക്രൈസ്തവർ രാവിലെ വേദപുസ്തകം വായിക്കുന്നവർ. സാഹിത്യകാരന്മാർ, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമൊക്കെ എഴുതിയ അപ്പൻ, അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ കുറേ പേര് ഇങ്ങനെ സുവിശേഷകരെ ട്രാക്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പം പുള്ളി ഉമ്മറത്തിരുന്ന് വേദപുസ്തകം വായിക്കുക. അവരത്ഭുതപ്പെട്ടു പോയി. സാർ വേദപുസ്തകം വായിക്കുകയാണ്. അപ്പോൾ സാറ് വിശ്വാസിയാണോ? അപ്പോൾ പുള്ളി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാത്താൻ പോലും വിശ്വാസിയാണ്. കാരണം പിശാചും ദൈവത്തിൻ്റെ മുമ്പിൽ അവനെ വിശ്വസിക്കുകയും അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? വിറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സാത്താൻ പോലും
വിശ്വാസിയാന്ന് പറഞ്ഞ അപ്പൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം മനുഷ്യർ വേദപുസ്തകം വായിക്കുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകം വായിക്കണം. നമ്മുടെ കയ്യിലൊരു പുസ്തകം വേണം. യാത്ര പോകുമ്പോഴൊക്കെ ഒരു കൊച്ചു പുസ്തകം കയ്യിരുന്ന റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുമ്പം വായിക്കാം, സമയം കിട്ടുമ്പം വായിക്കണം. വചനം പറയുന്നു, യേശു കർത്താവ് 12-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? 3 ദിവസം ഇരുന്ന് വേദപുസ്തകം വായിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അത്ഭുതമുണ്ട്. കർത്താവ് ഓരോ കാര്യം പറയുമ്പോഴും, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഹാവ് യു നോട്ട് റെഡ്? നീ വായിച്ചിട്ടില്ലയോ? നീ ഇങ്ങനെ വായിച്ചിട്ടില്ലയോ? അതിൻ്റെ അർത്ഥം നിങ്ങളത് വായിച്ചിരിക്കണം. വായിച്ച് കാണുമല്ലോ. യേശു വായിച്ച ഭാഗങ്ങളാ. അങ്ങനെ എഴുതിയിരിക്കുന്നില്ലേ? അങ്ങനെ വായിച്ചിട്ടില്ലേ? പിശാച് വന്ന് പരീക്ഷിക്കുമ്പോൾ കർത്താവ് ഓരോ പരീക്ഷകളെയും ജയിച്ചത് വചനം പറഞ്ഞ നിൻ്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ജീവിക്കുന്നു. ആ ദൈവത്തെ അല്ലാതെ മറ്റാരെ എന്ത് ചെയ്യാൻ പാടില്ല? നമസ്കരിക്കാൻ പാടില്ല. അപ്പം ദൈവമായ കർത്താവ് ഓരോന്നിനെയും ജയിച്ചതും പറഞ്ഞതും എല്ലാം വചനം പറഞ്ഞാണെങ്കിൽ നീ വായിച്ചിട്ടില്ലയോ എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കണം. അതിന് ഏറ്റവും വലിയ റോൾ മോഡൽ ആരാ? യേശുവാണ്. യേശു കർത്താവ് വായിച്ചു. ഇനിയും യേശു കർത്താവ് 12 വയസ്സ് തൊട്ടുള്ളൊരു അജ്ഞാത കാലമുണ്ട്. 30-ാമത്തെ വയസ്സിലാണ് പിന്നെ സ്നാനം വെക്കുന്നത്. പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ആ സമയത്ത് എന്ത് ചെയ്തു? ജോലി ചെയ്യുമായിരുന്നു, കഷ്ടപ്പെട്ടു. മരപ്പണിക്കാരനായിരുന്നു. അവൻ ആ തച്ചൻ്റെ മോനല്ലായിരുന്നു. അപ്പോൾ ക്രിസ്തു അധ്വാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രകടന പത്രിക ഇറക്കുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരും ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രകടന പത്രിക ഇറക്കുന്ന പോലെ യേശു ഇറക്കിയ ദൈവരാജ്യത്തിൻ്റെ പ്രകടന പത്രിക എന്താ? ദരിദ്രരോട് സുവിശേഷം പറയാൻ, പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ, കുരുടർക്ക് കാഴ്ച കൊടുക്കാൻ, ക്രിസ്തുവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. അതായിരുന്നു സുവിശേഷത്തിൻ്റെ ക്രിസ്തുനാഥൻ്റെ മാനിഫെസ്റ്റോ. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിനെ പലരും ഒരു വിപ്ലവകാരിയായിട്ട് കാണുക. എന്തുകൊണ്ട്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ. ഞാൻ മെയ് ദിനത്തിൽ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു മുൻ മന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ആ യോഗത്തിന് ഉദ്ഘാടനം ചെയ്തത്. കുറേ സഹോദരന്മാർ, നേരത്തെ ഉണ്ടായിരുന്ന കുറേ രാഷ്ട്രീയക്കാർ, മക്കളെല്ലാം കൂടെ ചേർന്ന് അവർ രക്ഷിക്കപ്പെട്ടപ്പം മെയ് ദിനത്തിൻ്റെ അന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ചേർന്ന് ഗാന്ധി സ്ക്വയറിൽ നടത്തിയ മീറ്റിംഗ്. അപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ അവരുടെ സുഹൃത്തായിരുന്ന മുൻ മന്ത്രി അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ജീസസ് വാസ് എ മാർക്സ് ബിഫോർ കാറൽ മാർക്സ് വാസ് ബോൺ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ വിടുവീൻ എന്ന് പറഞ്ഞ യേശുനാഥൻ. അപ്പം ക്രിസ്തു അധ്വാനിക്കുകയായിരുന്നു. 12 വയസ്സ് മുതൽ അധ്വാനിക്കുകയായിരുന്നു. നല്ലപോലെ അധ്വാനിച്ചു. 30 വയസ്സ് വരെ അധ്വാനിച്ചു. അതുകൊണ്ട് ഈ അധ്വാനിക്കാനും ജോലി ചെയ്യാനും മടിയുള്ളവരെല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഇന്ന് ഈ പ്രിയപ്പെട്ട മക്കളായ മക്കൾക്കൊക്കെ പലർക്കും പണി ചെയ്യാൻ മടിയാണ്. അപ്പുറത്തെ അങ്ങോട്ട് പോയിട്ട് ഒരു കവർ പാല് മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ അപ്പോഴും അവൻ്റെ ബൈക്കെ കയറിയേ പോകത്തുള്ളൂ. ഇനി ഒരു ചെറുക്കൻ താണ്ട് വീടിനകത്തൂടെ ബൈക്ക് കയറ്റിക്കൊണ്ട് വരുന്ന കണ്ടു, സ്റ്റെപ്പേ കൂടെ. അപ്പുറത്തോട്ടൊന്ന് പോകാൻ പറഞ്ഞാൽ ബൈക്ക് എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. ഇപ്പുറത്തെ ഏണി ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അവൻ ഒക്കത്തില്ല. അവൻ 1.5 മണിക്കൂർ ഡംബിൾ എടുക്കും. പക്ഷേ ഒരു കിണറ്റിൽ നിന്ന് ഒരു കറണ്ട് പോയാൽ മോട്ടറില്ല, ഒരു ബക്കറ്റ് വെള്ളം കോരി വെക്കാൻ ഇവരെ കൊണ്ട് ഒക്കത്തില്ല. പക്ഷേ അവർ ഡംബിൾ എടുക്കും 1.5 മണിക്കൂർ. ഇവരെ എല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. പണി ചെയ്യാൻ ഭയങ്കര മടിയുള്ള മക്കളാണ്. ഒന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചിടണമെങ്കിൽ അത് മടക്കി വെക്കാൻ പറഞ്ഞാൽ മടക്കി വെക്കും, ചുരുട്ടി കൂട്ടി. പിന്നെ അതിൻ്റെ പുറകെ ആര് ചെല്ലണം? അമ്മ ചെല്ലണ്ടേ? ഒന്ന് വിരിച്ചിടാൻ മടിയുള്ള, ഒരു ജോലി ചെയ്യാൻ മടിയുള്ള, ഒരു ചൂലിടാൻ മടിയുള്ള ഈ പിള്ളേരെല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കി പഠിക്കണം മക്കളെ. 12 വയസ്സ് തൊട്ട് യേശു എന്ത് ചെയ്തു? അധ്വാനിച്ചു. അധ്വാനത്തിൻ്റെ മഹത്വം കണ്ടത് നമ്മളെ പഠിപ്പിച്ചത് ആരാ? യേശു കർത്താവ്. അധ്വാനത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചത് ആരാ? യേശു കർത്താവ്. ജോലി ചെയ്യുന്നത് മോശമാണോ? ഒരു ജോലി മോശമല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഒറ്റ കാര്യം ഓർത്തോണം, എപ്പോഴും ഉത്സാഹത്തോടിരിക്കണം.
അതിനൊരു മടിയില്ല. എൻജിനീയർ ആയതുകൊണ്ട് കസേര ഇടരുതെന്ന് പറയില്ല. കസേര ഇടാനാണെങ്കിലും ഹോള് തൂക്കാനാണെങ്കിലും വീട്ടിൽ ജോലി ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും നല്ല ഉത്സാഹിച്ച് നിൽക്കുന്നവരെയാണ് യേശു. അതുകൊണ്ട് തന്നെ വല നന്നാക്കുന്നവരെയും മീൻ പിടിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയൊക്കെയാണ് യേശു കർത്താവ് പിടിച്ചത്. ചുമ്മാ കിടന്ന് ഉറങ്ങിയവരെ വാടാ പോയി എന്ന് പറഞ്ഞോ? ഇല്ല, ഒറ്റ ഉറങ്ങിയവനെ പൊക്കിയില്ല. പക്ഷേ ജോലി ചെയ്യുന്നവരെല്ലാം വിളിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് മക്കളൊക്കെ ജോലി ചെയ്ത് പഠിക്കണം. ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഇന്ന് പിന്നെ നമ്മൾ ഈ ഫെമിനിസം ഒക്കെ നല്ലതാണെങ്കിൽ പോലും കല്യാണം കഴിക്കുമ്പം നീ കാപ്പിയിട്, ഞാൻ പാത്രം കഴുകാം, നീ ചപ്പാത്തി ഉരുട്ടിയാൽ ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും മക്കളെ ജീവിതം പോത്തില്ല. മക്കളെ ഏറ്റിലപ്പടി പയറ്റിലിപ്പടി എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഐഡിയയായ കാര്യം വരുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞു ചെറുക്കനോട് ചോദിച്ചു, എടാ നീ കെട്ടുമ്പം എങ്ങനെയുള്ളൊരു പെണ്ണിനെ ആഗ്രഹിക്കുക? അവൻ എന്നെ നോക്കിയിട്ട് പറയുക, രാവിലെ നല്ല വെള്ളയപ്പം മുട്ടക്കറി. അത് ഒരു ദിവസം വെള്ളയപ്പം മുട്ടക്കറി ആണെങ്കിൽ അടുത്ത ദിവസം ചപ്പാത്തിയും താറാവ് കറിയും വെക്കുന്നവൾ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, അതിനകത്ത് മീൻകറി കറി അമ്മ ഉണ്ടാക്കുന്ന പോലെ വേണം. വൈകിട്ടൊരു ഏതാണ്ട് ഒരുത്തം പറയുന്നില്ലേ, മച്ചാനെ ഓക്കെ ഒരു കടി ഒരു വട, അതുപോലെ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഇങ്ങനെയുള്ള പെണ്ണിനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കാൻ പഠിക്കണം. വേണ്ടേ? ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം എന്ത് ചെയ്ത് പഠിക്കണം? ജോലി ചെയ്ത് പഠിക്കണം. ജോലിക്ക് മഹത്വം ഉണ്ടെന്ന് പഠിപ്പിച്ചത് ആരാ? യേശുവാണ്. മടിയനാകരുതെന്ന് പഠിപ്പിച്ചത് ആരാ? യേശുവാണ്. അതുകൊണ്ട് എല്ലാ മക്കളും ആരെ നോക്കണം? യേശുവിനെ നോക്കി പഠിക്കണം. ഉറക്കെ പറഞ്ഞ് ആരെ നോക്കണം? ജോലി ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ആരെ നോക്കണം? യേശുവിനെ നോക്കിയാൽ മതി. മടിയുള്ള മക്കളാണോ? ആണോ? അല്ല, എല്ലാ ജോലിക്കും മഹത്വമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉത്സാഹമുള്ള മക്കളെ. ചാടി നിൽക്കണമെന്ന്, എല്ലാത്തിനും ചാടി നിൽക്കണം. സത്യത്തിൽ 10 പിള്ളേർ നമ്മളിവിടെ ചാടി നിൽക്കാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരൊറ്റ പരിപാടിക്ക് കാറ്ററിങ്ങിന് ഓർഡർ കൊടുക്കണ്ട. ഒറ്റ പരിപാടിക്ക് ഓർഡർ കൊടുക്കരുത്. അല്ല, പിള്ളേരെല്ലാം കൂടെ ഇറങ്ങി രണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ചോറൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് കറിയും കൂട്ടാനൊക്കെ മതി. അവരങ്ങോട്ട് വിളമ്പിയൊക്കെ കൊടുത്താൽ എന്തോ രസമാണെന്നറിയാം. എടാ, വിളമ്പാനൊക്കെ ഒരു കലയല്ലേ? നല്ല മുണ്ടൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ആരെങ്കിലും ഒരു തോർത്തൊക്കെ ചുറ്റി തിരിഞ്ഞു മറിഞ്ഞ് നിന്ന് വിളമ്പണം. തിരിഞ്ഞും മറിഞ്ഞ് നിന്നങ്ങോട്ട് വിളമ്പണം. ഇതെങ്ങനെ നിലത്തിരുന്ന് കഴിക്കാൻ ഒറ്റ ഒരുത്തനൊക്കത്തില്ല. നിലത്തിരുന്ന് കഴിക്കാവോ? ചോറ് വായി പോകത്തില്ലല്ലോ ചോറ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, പിള്ളേർ വിളമ്പാൻ കൂടണം, പിള്ളേർ വേണം, എല്ലാത്തിനും നിൽക്കണം. ഇപ്പോഴാണ് ഇതെല്ലാം ഓർഡറൊക്കെ കൊടുക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ ഓർഡർ കൊടുക്കത്തില്ല. വെച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഓർഡർ കൊടുക്കുന്നതായിരിക്കും ലാഭമെങ്കിൽ പോലും വെക്കുകയും വിളമ്പും ചെയ്യുന്ന നമ്മുടെ പിള്ളേർ ചെയ്യണം. എന്താ കാര്യം? എന്നാലേ ഇവർ പഠിക്കത്തുള്ളൂ. എന്നാലേ ഇവരൊക്കെ അതിനൊരു സുഖമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്ത് പഠിക്കണം. ആരെ നോക്കണം? ഉറക്കെ പറഞ്ഞ് ആരെ നോക്കണം? യേശുവിനെ. ഉറക്കെ പറ, യേശുവിനെ നോക്കണം. അതുകൊണ്ട് എല്ലാ ജോലികളും ചെയ്യണം. പ്രത്യേകിച്ച് ചർച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉത്സാഹത്തോടെ നിൽക്കണം കേട്ടോ. എൻ്റെ സഭയിൽ വണ്ടി ഓടിക്കുന്ന പിള്ളേരുണ്ട്. എല്ലാം ബിടെക് കഴിഞ്ഞ പിള്ളേരാണ്. രാവിലെ ട്രിപ്പ് അടിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും വണ്ടി കഴുകുന്നതും എല്ലാം. ഒറ്റ കാര്യം, 1 വർഷം വണ്ടി ഓടിച്ചാൽ അവൻ 1 വർഷം കഴിയുമ്പോൾ എവിടെയെങ്കിലും നല്ല നിലയിൽ പൊക്കോളും. വണ്ടി ഓടിച്ചാൽ ഞാൻ അവനെ പ്ലെയിനെ കയറ്റും. അവിടെയെല്ലാം ആദ്യത്തെ ട്രെയിനിങ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ പിന്നെ ആരും അവിടെ കാണത്തില്ല. കാണുമോ? ഇല്ല. ഉത്സാഹിച്ച് നിൽക്കുക. അതിന് ജോലി ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ആരാ? യേശുവാണ്, അല്ലേ? യേശുവാണ്. ഇനിയും അടുത്തത് കാണുന്നുണ്ട്. യേശു കർത്താവ് 30 വയസ്സിലാണ് പരിശുശ്രൂഷ ആരംഭിക്കുക. സ്നാനമേറ്റു. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. യേശുവിൻ്റെ സ്നാനം യോഹന്നാൻ്റെ സ്നാനം അല്ല. യേശു കർത്താവ് മാതൃകാ സ്നാനമാണ് ഏറ്റത്. നമുക്ക് സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ് നമുക്കൊരു മാതൃക കാണിച്ചു വെച്ച സ്നാനം. അപ്പം സ്നാനം നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ഒന്ന് യോഹന്നാൻ്റെ സ്നാനമാണ്, അത് മാനസാന്തരത്തിനായിട്ടുള്ള സ്നാനമാണ്. എന്നാൽ യേശുവിൻ്റെ സ്നാനം, യേശു കർത്താവ് നമ്മളെ മാതൃക കാണിച്ചു തരികയായിരുന്നു. പുതിയ നിയമത്തിൽ പിന്നെ പറയുന്ന സ്നാനം വിശ്വാസ സ്നാനമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യും. സ്നാനമേൽക്കാനുള്ള പ്രായം ഏതാ? നമുക്ക് ശിശുസ്നാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, മുതിർന്ന സ്നാനത്തിലും വിശ്വസിക്കുന്നില്ല. ഒറ്റ സ്നാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഏതിലാ? വിശ്വസിച്ച് സ്നാനമേൽക്കുക. അപ്പം വിശ്വസിച്ച് എന്ത് ചെയ്യണം? സ്നാനമേൽക്കുക. ഇനി ഒരു സ്നാനമുണ്ട്, അത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ്, അല്ലേ? കർത്താവിൻ്റെ ആത്മാ സ്നാനം പ്രാപിക്കുക. അപ്പം അങ്ങനെ സ്നാനങ്ങൾ നമ്മൾ കാണുമ്പോൾ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ ക്രിസ്തു 3.5 വർഷക്കാലമാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തത്. നമ്മുടെ തീം മറക്കരുത്. ആരെ നോക്കണം? ഉറക്കെ പറഞ്ഞ് ആരെ നോക്കണം?
യേശുവിനെ നോക്കണം. എനിക്ക് യേശുവിനെ അങ്ങ് നോക്കി 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 കുറേ നേരം ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. 3.5 വർഷക്കാലത്തെ ചരിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ 3.5 വർഷക്കാലത്തെ ഇടവേളയ്ക്കകത്ത് യേശു കർത്താവ് എന്നും ആരെടുക്കെ പോകുമായിരുന്നു? എന്നും രാത്രിയിൽ എവിടെ പോവുക? പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിലൊക്കെ എവിടെങ്കിലും പോകും. എന്തിനാ സത്യത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചത് ആരോടാ? പിതാവിനോടാണ്. യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ ഞാനും നീയും ഒന്നാകുന്ന പോലെ ഇവരും തമ്മിൽ എന്താകണം? ഒന്നാകണം. അപ്പോൾ യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ രാത്രികളിലും അപ്പനോട് പോയിരുന്ന് എന്ത് ചെയ്യും? വർത്താനം പറയും. ഇന്നത്തെ ഈ മക്കളുടെ എല്ലാം പ്രശ്നം എന്നാണെന്നറിയാമോ? ഇവരാരും അപ്പന്മാരോട് വർത്താനം പറയത്തില്ല. പിള്ളേരെ പറയണ്ട, നമ്മളും പറയത്തില്ല. ഇങ്ങോട്ട് വന്നങ്ങോട്ട് ഇറങ്ങുമ്പം കാരണവർ തിണ്ണക്കിരിക്കും. എവിടെ പോയ ആടാ? പോയി ഒറ്റ ഓട്ടമാണ്. ഇറങ്ങിപ്പോകുമ്പോൾ നീ എപ്പോഴാണ് വരിക? ഞാൻ വന്നേക്കാം. അപ്പോഴേ അവനും പോവാണ്, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പോകുന്ന ധൃതിയുള്ള ഈ മക്കളോടെല്ലാം ചോദിച്ചോട്ടെ, യേശു കർത്താവിനെ ഒന്ന് നോക്കിക്കേ, രാത്രി മുഴുവൻ ഇരുന്ന് കാരണവരോട് എന്തോ ചെയ്യുക? രാത്രി മുഴുവൻ ഇരുന്ന് തൻ്റെ കാരണവരോട് എന്തോ ചെയ്യുക? വർത്താനം പറയുക. എത്ര മണിക്കൂറാണ് വർത്താനം പറയുക? അപ്പം ഞാനിത് മക്കളോട് കുറച്ച് നേരം മിണ്ടണമെന്ന് വെച്ചപ്പോൾ അവർ ചോദിച്ചു, എന്തോ മിണ്ടാനാ, എന്തോ പറയുന്നത്? എടാ, എന്തോ മിണ്ടാനാന്ന് ചോദിക്കുന്ന ഈ ചെറുക്കന്മാർ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ കയറി ചെന്നപ്പം ഞാൻ മമ്മി ചെന്നാ എന്നോട് പറഞ്ഞ് കയറി ചെന്നോളാൻ. അവൻ 3 മണിക്ക് +2 പഠിക്കുന്ന ചെറുക്കൻ അവൻ്റെ പെണ്ണിനോട് വർത്താനം പറയുക. 11 മണിക്ക് ഫോണൊക്കെ അങ്ങ് ചുട്ട് പഴുത്ത് നിൽക്കുക. ആ പെണ്ണോട് എന്തോ വർത്താനം പറഞ്ഞു ഇത്ര നേരം? അപ്പോൾ വർത്താനം പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. 2, 3, 4 മണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞത് ആരോടാ? അവൻ സ്നേഹിക്കുന്ന ഏത് ഫോൺ എടുത്താലും അടിച്ചു മാറ്റിപ്പോയി വർത്താനം പറയുന്ന ആരോടാ? പെണ്ണിനോടാ. അവൻ്റെ പെണ്ണിനോട് വർത്താനം പറയാൻ അവൻ അറിയാമല്ലോ. കാരണവരോടല്ലേ വർത്താനം പറയാൻ അറിയാത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, അപ്പൻ്റെ അടുത്ത് പോയിരുന്ന് വർത്താനം പറയണമെന്ന് പഠിപ്പിച്ചത് ആരാ? ഒരപ്പൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? ഒരപ്പൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? ഒരപ്പൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഈ പിള്ളേരൊക്കെ പറയും, നിങ്ങൾ ചെന്നിട്ടൊന്ന് വിളിക്കണം, നിങ്ങൾ ചെന്നു എന്നൊന്ന് വിളിച്ച് പറയണം, അല്ല നിങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ ഒന്ന് വിളിക്കണം. ഇത് നിങ്ങൾക്കൊന്ന് വിളിച്ചാൽ എന്തോ പറ്റും? അഹങ്കാരികൾ, നിങ്ങൾക്കൊന്ന് വിളിച്ചാൽ എന്തോ പറ്റും? എന്തോ പറ്റുമെന്ന് ഈ പറയുന്നേ? മിണ്ടാൻ മടിയുള്ള എല്ലാത്തിനോടും പറയട്ടെ. ആരെ നോക്കി പഠിക്കണം? യേശുവിനോട് നോക്കണം. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളവരൊന്ന് കൈ പൊക്കിക്കുക. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരെ വലിയവരൊക്കെ ആകട്ടെ, എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുള്ളവരെല്ലാം ഒന്ന് കൈ പൊക്കിക്ക്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ കൈ പൊക്കുക. കേൾക്കുന്നില്ല? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ കൈ പൊക്കാൻ. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെ കൈ പൊക്കാൻ. ഇങ്ങനെയാണ് കൈ പൊക്കുന്നത്. മുളക് ചത്തുപോയി എന്തോ ചെയ്യും? കൈ പൊക്ക്. ഓക്കെ, താത്തു വെക്ക്. താത്തു വെച്ചേ. കല്യാണം കഴിഞ്ഞവരോടാണെങ്കിലും എല്ലാവരും ചോദിക്കട്ടെ, 1 മണിക്കൂർ ഈ അടുത്തിടയ്ക്ക് അപ്പൻ്റെ അടുത്ത് പോയിരുന്ന് വർത്താനം പറഞ്ഞ ഓർമ്മയുള്ളവരുന്ന് കൈ പൊക്കിക്ക്. ഒറ്റ മണിക്കൂർ. 1, 2, 1, 2, 3. അപ്പൻ്റെ അടുക്ക് 1 മണിക്കൂർ വർത്താനം പറഞ്ഞ ഓർമ്മയുള്ളവർ. 1, 2, 3, 4, 5, 6, 7. ഈ കാരണോടൊക്കെ പോയി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാൽ എന്തോ പറ്റും? എന്തോ പറ്റുമെന്ന്? എന്തോ പറയാനാന്നല്ലേ? എന്തെല്ലാം പറയാനുണ്ട്. ചുമ്മാ ഇതൊക്കെ പോരെ? അവർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നതല്ലേ? അവരുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാവുന്ന പുണ്യം ഇതല്ലേ ഉള്ളൂ. വേറെന്താ ഉള്ളേ? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്നേ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി കുടുംബക്കാരൊന്നുമില്ല. ഞങ്ങൾ ഈ എണ്ണം കുറക്കെ ഉള്ള വലിയൊരു എന്താ പറയുക, ഒരു ശാഖയ്ക്കകത്ത് കുറച്ച് പേരേ ഉള്ളൂ. നമുക്കങ്ങനെ വലിയ നമ്മുടെ ചരിത്രങ്ങളൊന്നും അറിയില്ല. എന്നാൽ പോലും അവർ വന്നപ്പോൾ പറയായിരുന്നു, എൻ്റെ അപ്പ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു കാർന്നൂർ മരിച്ചുപോയി. കാർന്നൂർ മരിച്ചിട്ട് അപ്പം അവിടെ ചെന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ മൈക്കെടുത്ത് ഒരു വാക്ക് പറഞ്ഞു, ഞാനാണ് ഇനി അടുത്ത കാർന്നവർ. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നുള്ള പ്രായം കൂടിയ കാർന്നവർ ഞാനാണ്. എനിക്കാരും ചത്തിട്ട് ഉമ്മ വരാൻ വരണ്ട, ഞാനിവിടെ മാറി ആ കസാര ഇട്ടിട്ടിരിക്കും. ഇങ്ങേർക്ക് ഉമ്മ കൊടുക്കുന്നവർ അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഒന്ന് ഉമ്മ വന്നേക്കണം, ചത്തിട്ട് ആരും വരണ്ടെന്ന് പറയും. നിങ്ങൾക്കത് പറയാൻ പേടിയായിരിക്കും. അപ്പോൾ അവിടെ മാറിയിരുന്നു. ഈ ക്യൂ നിന്ന് അന്ത്യജീവനം കൊടുത്തവരെല്ലാം അവിടെ നിന്ന് അങ്ങേ ക്യൂവിലൂടെ പോയി. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായത്. കാരണം മരിക്കുന്നതിന് മുമ്പ് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ഉമ്മ കിട്ടിയിട്ട് ആരും മേടിക്കാനാ പ്രിയരെ? ആര് കാണാനാ? അപ്പോൾ ഒരു കാര്യം, കാർന്നവരോടെ പോയി എന്ത് ചെയ്യണം? വർത്താനം പറയണം. ഇന്നത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കേട്ടത് ശ്രദ്ധയോടെ ചെയ്തവർ ഇന്ന് പോയി ഉച്ച കഴിഞ്ഞ് 1 മണിക്കൂർ അപ്പനോട് എന്ത് ചെയ്യുക? വർത്താനം പറയും. ഇനി വൈകിട്ട് താമസിച്ചാലും കുഴപ്പമില്ല, അപ്പനോട് 1 മണിക്കൂർ എന്ത് ചെയ്യുക? വർത്താനം പറയും. എന്തെല്ലാം പറയാനുണ്ട് പറ. അപ്പനോട് പോയിരുന്ന്
ഭയങ്കര സന്തോഷമായിരിക്കും. ചുമ്മാ അടുത്തൊക്കെ പോയിരുന്ന് തോളത്തൊക്കെ 2 ഞെക്കൊക്കെ കൊടുത്ത് തലയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കാലൊക്കെ ഒന്ന് ഞെക്കിയൊക്കെ കൊടുത്ത് അവിടെ അങ്ങ് ഇരിക്കണം. ഇരിക്കുമ്പോൾ അപ്പൻ ഇങ്ങനെ കാര്യം പറയും. എന്തായിരിക്കും പറയുന്നറിയോ? അന്നത്തെ കാലത്ത് ചക്കയായിരുന്നു മാങ്ങയായിരുന്നു ഒക്കെയാണ് പറയുന്നത്. നമ്മളൊന്നും പേടിക്കേണ്ട, നമ്മൾ ഈ ചക്കയുടെ മാങ്ങയുടെയും തേങ്ങയുടെയും കഥ അന്ന് പറയും. അന്ന് പക്ഷേ കേൾക്കാൻ ആരും കാണത്തില്ല. അപ്പം ഇത് പഠിപ്പിച്ചത് ആരാ? യേശു. ആരെ നോക്കണം? യേശുവിന്. അപ്പോൾ ഒരു മകൻ എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ. 12കാരൻ എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പറയുക, നിങ്ങൾ ആരെ ശ്രദ്ധിച്ച് നോക്കണം? യേശുവിനെ. ഇനി ഒരു അമ്മയോടൊരു മകൻ എങ്ങനെ ആയിരിക്കണം എന്നറിയാൻ ആരെ നോക്കിയാൽ മതി? യേശു കർത്താവിനെ നോക്കിയാൽ മതി. കാൽവറി കുരിശിൽ കിടക്കുക. നമ്മൾ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്തെന്നൊക്കെ ഉള്ളത് എടുത്ത് പറയാറുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളിലല്ല അത് പറയുക. തൻ്റെ മരണത്തിലേക്കുള്ള ദൗത്യങ്ങളിലേക്കുള്ള ആ നീക്കങ്ങളിൽ അമ്മയെന്ന ആ മാതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മരണത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള ആശയത്തിലൊക്കെ അവിടെ കാണേണ്ടത്. ഒരിക്കലും അമ്മയോട് അനാദരവല്ല അവിടെ കാണുക. ക്രൂശിൻ്റെ ചുവട്. ഈ അമ്മയോട് ശിമിയോൻ പറയുന്നൊരു വാക്കുണ്ട്. അതാണ് ഈ അമ്മ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എല്ലാവരും ഓർക്കപ്പെടേണ്ട കാര്യം. അമ്മയോട് ശിമിയോന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുഞ്ഞുമായിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ ശിമിയോനും ഹന്നായി അവിടെ ഉണ്ട്. ഹന്ന ശിമിയോൻ 2 പ്രായമുള്ളവരാ. ശിമിയോൻ പറയുന്നുണ്ട്, നാഥ ഇനി അടിയനെ എന്ത് ചെയ്യണേ? സമാധാനത്തോടെ വിട്ടയക്കണേ. ലൂക്കോസ് 2. അപ്പോൾ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമിയോൻ പറയുന്നൊരു വാക്കുണ്ട്, നീ ഭാഗ്യപ്പെട്ടോളാ, നീ അനുഗ്രഹിക്കപ്പെട്ടോളാ, പക്ഷേ നിൻ്റെ പ്രാണനിൽ കൂടെ എന്ത് കടക്കും? വാൾ കിടക്കും. പ്രാണനിൽ കൂടെ എന്ത് കിടക്കും? വാൾ കിടക്കും. ചെറിയൊരു കാര്യമല്ല. പ്രാണൻ നിൻ്റെ ചങ്കിനെ തുളച്ചൊരു വാൾ കയറിപ്പോവും. ഇത് മക്കളെല്ലാം മനസ്സിലാക്കണം. ഈ അമ്മ എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എന്നുള്ളൊരു വാക്കിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. വാള് വഹിക്കുന്നവളാണ് ചങ്കിനകത്ത്. എല്ലാ മക്കളെ ഓർത്ത് എന്നും കരയുന്നത് ആരാ? അമ്മയാണ്. പിള്ളേരെ ഇച്ചിരി താമസിച്ചാൽ കരയുന്ന ആരാ? അമ്മയാണ്. പിള്ളേർ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കയറിയ കഴിയുന്നിടം വരെ നിൽക്കുന്ന ആരാ? അമ്മയാണ്. അല്ലേ? റിസൾട്ട് അറിയുമ്പോൾ നിങ്ങളെക്കാട്ടിലും ആദ്യം ആർക്കാ? അമ്മയ്ക്കാണ്. അപ്പോൾ എല്ലാത്തിനും ചങ്കി വാളുമായിട്ട് നിൽക്കുന്ന ആരാ? അമ്മയാണ്. ഈ അമ്മയുടെ കണ്ണ് കരയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ചങ്കി വാളുള്ളതുകൊണ്ടാണ്. ചങ്കിനകത്തൊരു വാളുണ്ട്. ആ വാൾ എന്നും അവരെ മുറിച്ചുകൊണ്ടേയിരിക്കും. അത് കല്യാണം കഴിഞ്ഞാലും മുറിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് വേണ്ടി, പിന്നെ അവരുടെ മക്കൾക്ക് വേണ്ടി. ഇതെല്ലാം ആരാ? അമ്മയാണ്. അമ്മയുടെ ചങ്കിനകത്തൊരു വാളുണ്ട്. മറിയം വാള് വഹിച്ചവളാ. കുരിശിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുക. 33 വയസ്സുള്ള ഒരു മകൻ കാൽവരി കുരിശിൽ സുമുഖൻ കിടക്കുക. നോക്കി നിൽക്കുമ്പോൾ അടിയേറ്റ് രക്തം വാർന്നൊലിച്ച് മകൻ കിടക്കുമ്പോൾ അമ്മയുടെ ചങ്കിനകത്തൂടെ എന്ത് കയറുക? വാള് കിടക്കുക. നിൻ്റെ പ്രാണനിൽ കൂടെ വാള്. മക്കളെ മറക്കരുതേ, പ്രാണനി വാളുള്ളവളാണോ അവളെ വിളിക്കേണ്ട പേരാ എന്ത്? അമ്മ എന്ന. അമ്മയുടെ ചങ്കിനകത്ത് എന്നും വാളുണ്ട്. ഈ വാളും വഹിച്ചുകൊണ്ട് അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ അന്ത്യമൊഴികളുണ്ട്. 7 മൊഴികളാണ്. 1, പിതാവേ ഇവർ ചെയ്ത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണം. 2, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിരിക്കും. 3, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോടും യോഹന്നാനോടും പറയുകയാണ്. കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുകയാണ്. മറിയം വാള് വഹിച്ചവൾ. എല്ലാവരും ഓടിയപ്പോൾ ഈ അമ്മയ്ക്ക് ഓടാനൊക്കത്തില്ല. യോഹന്നാൻ 19 പറയുന്ന അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അമ്മയെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് പറയുകയാണ്. അതിന് കാരണമുണ്ട്. ഇനിയും പരിശുദ്ധാത്മാവ് വരും, സഭ സ്ഥാപിക്കപ്പെടും. ഈ അമ്മയെ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മ നസ്രത്തിലേക്ക് പോകേണ്ടി വരും. നസ്രത്തിലാണ് യേശു കർത്താവിൻ്റെ വീട്. അതുകൊണ്ട് സഭ സ്ഥാപിക്കപ്പെടുമ്പോൾ അമ്മ അവിടെ കാണില്ല. അത് കാണണം. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ ഇനി നോക്കണ്ടേ? ആരെ ഏൽപ്പിച്ചു? യോഹന്നാനെ ഏൽപ്പിച്ചു. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ ആ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. ആ തീവ്രവേദനയിലും യേശു കർത്താവ് ഓർത്തത് ആരെയാ? അമ്മയാണ്. എപ്പോഴും ഓർത്തോണേ. അതിന് ശേഷം അതെന്നെ അത്ഭുതപ്പെടുത്തുന്നത്, സകലതും തികഞ്ഞു എന്നിരിക്കുന്നത് അറിഞ്ഞ ശേഷം, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞു എന്നറിഞ്ഞിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. അർത്ഥം ഇനിയും വെള്ളം ഇറങ്ങും. ആദ്യം കൊടുത്തത് കുടിച്ചില്ല. അത് ഒരു ഇൻടോക്സിക്കേറ്റഡ് മരുന്നായിരുന്നു. അത് കുടിച്ചില്ല, തുപ്പിക്കളഞ്ഞു. എന്നാൽ അവസാനം അവരൊരു വെള്ളം കൊടുക്കുകയാണ്. ഐ തേസ്റ്റ്. ഈ വെള്ളം ഇറങ്ങാതെ മരിക്കുന്നവരെ അതൊരു ഭയങ്കര കാര്യം കൂടാ. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഒരു ചെറുപ്പക്കാരൻ, പെട്ടെന്നുണ്ടായൊരു മാറ്റം. ആ ചെറുപ്പക്കാരന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് നിരന്തരമായിട്ട് സിഗരറ്റ് വലിക്കുന്നു, ഉറക്കമില്ല. രാത്രി മുഴുവൻ അവനിങ്ങനെ ഒരിക്കൽ പോലും സിഗരറ്റ് വലിച്ച് കാണാത്ത ചെറുപ്പക്കാരൻ
നോൺ സ്റ്റോപ്പ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ലാത്ത രാത്രി. അവരുടെ വീട്ടിൽ നിന്ന് എനിക്കൊരു വിളി വന്നു ഒത്തിരി വർഷം മുമ്പ്, എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, എന്താണ് വാട്ട് ഹാപ്പൻ ടു ഹിം, അവൻ എന്ത് പറ്റി. ഞാൻ ചെന്ന ആ സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ ഒക്കുന്നില്ല. അമ്മ കുറച്ച് ദിവസം കിടന്നപ്പോൾ ഈ അമ്മ കൂടെ വിളിക്കും, മോനെ 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 എന്ന് വിളിക്കും. ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. കാലൊന്ന് തിരുമ്പ്, ഇങ്ങോട്ടൊന്ന് വെക്ക്, അങ്ങോട്ടൊന്ന് തിരിച്ച് കിടത്ത്, ഇത്രയൊക്കെ കാണത്തുള്ളൂ. അപ്പം അവനും രാവിലെ പോകണം, കുറ്റമല്ല, രാവിലെ ഉറക്കളച്ച് പോകേണ്ടതാ. പലവട്ടം വിളിച്ചപ്പോൾ ഒരു വട്ടം അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇനി വിളിച്ചെങ്കിൽ ഞാൻ തുണി വായി കുത്തി കയറ്റുമെന്ന് പറഞ്ഞു. പോയി കിടന്നു. അമ്മ അങ്ങ് മരിച്ചുപോയി. അടുത്ത ദിവസം അവൻ രാത്രി ഉറക്കം വരുമ്പം കേൾക്കുന്നത് മോനെ മോനെ എന്നുള്ള വിളിയാണ്. ഉറങ്ങാൻ ഒക്കുന്നില്ല. അതേസമയം അമ്മയോടുള്ള കടപ്പാട് ചെയ്ത യേശു സകലവും തികഞ്ഞെന്നറിഞ്ഞ് വെള്ളം മേടിച്ച് കുടിച്ച് മരിച്ചു. വളരെ കൃത്യമായിട്ട് ഓർക്കണേ, സമാധാനത്തോടെ ഈ ലോകത്തുനിന്ന് പോണേ ഉണ്ടല്ലോ. ഈ പലരും അപ്പനും അമ്മയും ചത്തിട്ട് അവരെ വന്ന് ഈ ജനലിക്കൂടൊക്കെ തോണ്ടി വിളിക്കത്തില്ലേ, അതൊക്കെ ഈ ടൈപ്പ് മരണമാണ്. ജനലിക്കൂടൊക്കെ ഇങ്ങനെയൊക്കെ വിളിച്ച് പേടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ, അച്ചായം വന്നെന്ന്. അതൊക്കെ ഇങ്ങനെ കുറ്റബോധം ഉള്ളതുകൊണ്ട് തോന്നുന്നു, അല്ലാതെ മരിച്ചവർക്കൊന്നും വരാൻ നോക്കത്തില്ല. മോളെ ശരിക്കും എന്നെ വിളിച്ചിട്ടുണ്ട്, അമ്മച്ചി വന്ന് വരാൻ, എന്തിനാ കാല് തൂക്കാൻ. ഈ വിളിയൊക്കെ വരുന്നത് പലപ്പോഴും കുറ്റബോധം കൊണ്ടാണ്. മറക്കരുത്, ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞെന്ന് അറിഞ്ഞു. ഇങ്ങനെ ഒരു അമ്മയെ നോക്കണമെന്ന് പഠിപ്പിച്ചത് ആരാ? യേശുവാണ് പഠിക്കണം. അപ്പോൾ ഒരു അമ്മയും മകനും എങ്ങനെ ആയിരിക്കണം നമ്മളെ പഠിപ്പിച്ചത് ആരാ? യേശു കർത്താവാണ്. വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ആരെ നോക്കിയാൽ മതി? യേശു കർത്താവിനെ നോക്കിയാൽ മതി. എല്ലാവരും പറഞ്ഞേ, ആരെ നോക്കിയാൽ മതി? 2 അനുഭവങ്ങൾ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുണ്ട്. ഒന്ന് എൻ്റെ തന്നെ സ്വന്തം ഒരു അനുഭവം, 2 എനിക്കുണ്ടായ ഒരു അനുഭവം. ഇത് രണ്ടും പറയുന്നത് ആർക്കെങ്കിലും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും ഒരു അമ്മ, ആ അമ്മയുടെ, ഞാനിത് ഒത്തിരി അടുത്ത് ഓൺലൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരമ്മ എൻ്റെ അടുക്ക വന്നു. അമ്മയ്ക്ക് കണ്ണിന് ക്യാൻസറാണ്. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുക. അമ്മയുടെ ഒരേ ഒരു മകൻ, ആണായിട്ടുള്ള ഒരേ ഒരു മകന് അമ്മയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഈ മകന് വസ്തുവൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ഈ മകനുമായിട്ടുള്ള ബന്ധം ഒന്ന് ഡിറ്റാച്ചഡായി, മകൻ പൈസയൊന്നും അയക്കാതായപ്പോൾ അമ്മയ്ക്ക് പൈസ വേണം. അമ്മ തൻ്റെ അയ്യത്ത്, ഞാനിത് ഓൺലൈനിലൊക്കെ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ചില സംഭവങ്ങൾ ഞങ്ങളെ ഉപദേശിമാർ പറയുമ്പോൾ ആരാണെന്നോ പേരോ നാളോ പറയാതെ പറയുന്നത് ഇനിയും ഇങ്ങനൊരു ദുരന്തം ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ചിലത് പ്രയോജനപ്പെടാൻ വേണ്ടി ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കും. പേര് പറയില്ല, നാള് പറയില്ല, നിങ്ങൾ കണ്ടുപിടിക്കാൻ ഒക്കില്ല. എന്നിട്ടും പറയട്ടെ, ആ അമ്മ, അപ്പോൾ ഈ അമ്മ പൈസ അയക്കാതായപ്പോൾ ഒരു ദിവസം തേക്ക് വെട്ടി വിറ്റു. അമ്മയുടെ അയ്യത്തുണ്ടായിരുന്ന തേക്ക്. അപ്പോൾ ഈ മോൻ പോയിട്ട്, ഒരിക്കലും വരായിരുന്ന മോൻ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. കാരണം അമ്മ അവന് വസ്തു എഴുതി കൊടുത്തത്. പോലീസ് വന്നു, ഇന്നടത്ത് ഇന്നാരാണോ? ആണു, നിങ്ങളുടെ പേരിലൊരു കേസുണ്ട്. എന്തിന്? എൻ്റെ പേര് കേസ്, തേക്ക് വെട്ടിവിറ്റു. ആരുടെ? എൻ്റെ അയ്യത്തെ. സോറി അമ്മ, അത് അവൻ്റെ അയ്യമാണ്, കരമടച്ചത് അവൻ്റെ പേരില്ല. അയ്യോ, അപ്പോൾ ഇനി എന്തോ ചെയ്യണം? അപ്പോൾ പോലീസുകാരൻ SI ചോദിച്ചു, ഇനി എത്ര തേക്കുണ്ട്? എന്തിനാ വെട്ടിയേ? അവർ പറഞ്ഞു, ആശുപത്രി പാനും ഒക്കെയാ, എനിക്ക് പൈസയൊന്നും തരുന്നില്ല, എനിക്ക് ജീവിക്കണ്ടേ സാറേ, ഒത്തിരി കാര്യങ്ങളില്ലേ, പ്രായമായില്ലേ, വേലക്കാർക്ക് കൊടുക്കണ്ട, എനിക്ക് ജീവിക്കണ്ടേ. ശരി, ഇവിടെ ചോദിച്ചു, ഇനി എത്ര തേക്കുണ്ട്? 5-6 ഉണ്ട്. SI പറഞ്ഞു, അമ്മച്ചോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മൊത്തം തേക്കും വെട്ടി അടിച്ച് പൊളിച്ച് ജീവിച്ചോടാം കേട്ടല്ലോ, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് നിങ്ങളെ കൊണ്ട് ഞാൻ ജയിലിടുന്നു. മൊത്തം തേക്കും വെട്ടി അടിച്ച് പൊളിച്ചോണം, ഇല്ല തൂക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. SI അങ്ങ് തിരിച്ചുപോയി. ഈ മോൻ വരാതായി. ഈ മോൻ പിന്നെ വന്നിട്ടേ ഇല്ല, അമ്മയെ കാണാൻ വരത്തില്ല. ഒരു ദിവസം ഈ അമ്മ എന്നെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കുന്നിടം വരെ എൻ്റെ മോൻ വരാതിരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്താൽ ഇങ്ങനെ ചെയ്യണം. അല്ല, തലേദിവസമെങ്കിലും വന്നെങ്കിൽ ഇത് അസാധു. എന്താണ്? തലേദിവസമെങ്കിലും വന്നെങ്കിൽ ഇത് സാധ്യമല്ല, ഇത് അസാധുവാണ്. അല്ലെങ്കിൽ ഞാൻ മരിക്കുകയും അവൻ വരാതിരിക്കുകയും ചെയ്തിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞ് അവൻ വന്നിട്ട് വലിയ ആൾ കളിക്കാൻ വന്നാൽ എൻ്റെ ബോഡിയെ തൊടിയിപ്പിക്കരുത്. അങ്ങനെ അവൻ ബലം പിടിച്ച് തൊടാൻ നോക്കിയാൽ അവനെ തള്ളി മാറ്റാൻ ഗുണ്ടയെ നിർത്തണം. ഗുണ്ടയ്ക്ക് കൊടുക്കാനാണ് ഒരു കെട്ട് പൈസ തന്നത്. ഗുണ്ടയ്ക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒരു കെട്ട് പൈസ. ലയൺ ഓഫ് ജൂദായിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിച്ചോട്ടെ, ഗുണ്ടയ്ക്ക് കിട്ടാൻ പൈസ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എനിക്ക് കിട്ടി. ഗുണ്ടയ്ക്ക് കൊടുക്കാൻ പൈസ തന്നത് ഒരമ്മ മോന് വേണ്ടി. ഗുണ്ടയെ നിർത്തണം. പക്ഷേ ഒരു സംഭവം കേൾക്കണം, ഈ അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുക. ഞാൻ പലവട്ടം മോനെ വിളിച്ചു, കാഴ്ച കുറയുന്നു, വേണേ വന്ന് കണ്ടോണം. വന്നില്ല, എന്നെ കാട്ടി മൂത്ത.
അവസാനം കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ ഓരോ കാൽപ്പരിപ്പാറ്റത്തിൽ ഈ അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു, മോനാണോ മോനാണോ മോനാണോ. ഒടുവിൽ എൻ്റെ മോൻ ചെന്നിട്ട് പറഞ്ഞു, അമ്മച്ചിയുടെ മോനാന്ന് പറഞ്ഞപ്പം, പോടാ നീ പ്രിൻസിൻ്റെ മോനാന്ന് പറഞ്ഞു. എൻ്റെ മോൻ്റെ ശബ്ദം കേട്ടാൽ എനിക്കറിയാം. ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ താണ്ട് മോൻ വന്നേക്കുക. ഉയ്യോ, എൻ്റെ പെരുവിരലേന്നൊരു പെരുപ്പ്. എൻ്റെ ഭാര്യ എനിക്ക് മനസ്സിലായി ഞാൻ പിടിവിട്ട് പോകുമെന്ന്. എൻ്റെ ഭാര്യ എന്നെ കയറി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ചിലപ്പോഴൊക്കെ നമ്മൾ പറയത്തില്ല, ഈ പെൺവഴി കേൾക്കുന്നവൻ പെരുവഴി ചുമ്മാതാ കേട്ടോ. ചിലപ്പോൾ ഇവർ പറയുന്നത് അച്ചട്ടാ, ചിലപ്പോഴെങ്കിലുമൊക്കെ ഇവർ പറയുന്നത് കേൾക്കണം. ചിലപ്പോൾ ഇവർ പറയത്തില്ലേ, അണ്ട് ആ ആൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. ഇവർ ചിലപ്പം പറയുന്നത് സത്യമാണ്. ഒന്ന് ചെവി കൊടുത്തോണം, ഞങ്ങൾ എല്ലാം ഇഗ്നോർ ചെയ്യല്ലേ. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്നോണം, ഒറ്റ അക്ഷരം മിണ്ടി പോയേക്കരുത്. മിണ്ടിയ ഇട്ടച്ച് എൻ്റെ വീട്ടിൽ പോകും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്തോ പറയണ്ടേ? അവളോട് പറഞ്ഞു, ഒന്ന് കൊരുതിയില്ലെങ്കിലും 15-ാം അധ്യായം 2 പ്രാവശ്യം വായിച്ചിട്ട് അതങ്ങ് പ്രസംഗിച്ചാൽ മതി, വേറെ ഒന്നും മിണ്ടിപ്പോയേക്കരുത്. എന്നാലും അങ്ങനെ വിടാൻ നോക്കൂ. അന്ന് ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗം ഭയങ്കര ഒരു പ്രസംഗമായിരുന്നു. ഞാൻ പ്രസംഗിച്ചു, എല്ലാ മലയാളിയും നല്ലപോലെ പാട്ട് പാടും. ഓൾ മലയാളീസ് ആർ ഗുഡ് ബാത്ത് സിംഗേഴ്സ്. ഇവിടേക്ക് പെൺപിള്ളേരെ മലയാളികളെല്ലാം നല്ല പാട്ട് പാടും. എപ്പോഴാണെന്നറിയാമോ? ബാത്റൂമിൽ കുളിക്കുമ്പം പാട്ട് പാടും. പലപ്പോഴും ഇവർ സംഗീതം സാധകം ചെയ്യുന്നവർ പോലും ആറ്റിൽ വെള്ളത്തിൽ ഇറങ്ങി എന്നാണ് സാധകം ചെയ്യുക. സ വെള്ളത്തിലൊക്കെ ഇന്നാണ് പറയാം. അപ്പോൾ നല്ലപോലെ പാട്ട് പാടുന്നത് പലപ്പോഴും ബാത്റൂമിൽ നിന്നാണ്. ബാത്റൂമിൽ പാട്ട് പാടുന്നത് എപ്പോഴാണ്? വെള്ളം കോരി ഒഴിച്ചിട്ടാണ്ട് ഈ വയറിങ്ങനെ തെളിച്ച് നിൽക്കും. എന്നിട്ട് ഒരു സോപ്പ് എടുത്ത് ഒരു ഒരയുണ്ട്. ആദ്യം ഉരസുന്ന എവിടെയിട്ടാ? ആദ്യം സോപ്പ് ഉരസുന്ന എവിടാ? ഇനിയും ശ്രദ്ധിച്ചാൽ മതി. എവിടാ? കണ്ണിലും മൂക്കലും ഒന്നും അല്ല. ആദ്യം ഉരക്കുന്നതാണ്ട് ഈ പുക്കിളെ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കും. ഒരു സുഖമല്ല ഈ പുക്കിളെ തൊടാൻ. നമ്മൾ പല കാര്യം ശ്രദ്ധിച്ചു. നമുക്ക് ടെൻഷൻ വന്നാൽ നമ്മളിവിടെ തൊടും. നിങ്ങൾ ഭയങ്കര ജയിച്ച് നിൽക്കുമ്പോൾ അന്ന് നിങ്ങൾ ചിലപ്പോൾ തണ്ട് ഇങ്ങനെ നേരെ കിടക്കും. നിങ്ങൾ തോറ്റ് ടെൻഷൻ അടിച്ച് വന്ന് വരുമ്പോൾ എങ്ങനെ കിടക്കും? സൈഡ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കും. കണ്ടിട്ടുണ്ടോ? ഈ പിള്ളേരൊക്കെ ജയിച്ച് കഴിഞ്ഞാൽ നേരെ കിടക്കും. തോറ്റ് ടെൻഷൻ അടിച്ചൊരു അടിയൊക്കെ കൊടുത്ത് സൈഡ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും. കണ്ടിട്ടുണ്ടോ? ആ കിടപ്പ് കണ്ടാൽ ഏത് പിക്ചർ ഓർമ്മ വരും? ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കിടന്ന് കാണിക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഈ ഇങ്ങനെ മടക്കിയിട്ട് മുട്ടി നെഞ്ചിൻ്റെ അവിടെ ഓട്ട് കൊണ്ടുവന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ കിടപ്പ് കണ്ട ആരെ ഓർമ്മ വരും? അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിക്ചർ കണ്ടിട്ടുണ്ടോ? സ്കാനൊക്കെ ചെയ്തപ്പോൾ അതുപോലെ കിടക്കും. എന്താ പറഞ്ഞാൽ ടെൻഷൻ അടിച്ചാൽ നീ അറിയാതെ ആടെ വയറ്റിൽ കയറും. അതതിൻ്റെ സത്യം. ടെൻഷൻ അടിക്കുമ്പോൾ നാം അറിയാതെ ആടെ വയറ്റിൽ കയറും. അമ്മയുടെ വയറ്റിൽ കയറി ചുരുണ്ട് കിടക്കും. ഒരു ടെൻഷൻ അടിക്കാതെ കിടന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. എവിടാ? അമ്മയുടെ വയറ്റിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? നിങ്ങൾ കുടിച്ചോ, കഴിച്ചോ, കുളിച്ചോ? എല്ലാം ആര് ചെയ്തു? അമ്മ ചെയ്തു. ഒരു പൊക്കിൾക്കടി വരുമ്പോൾ ഒരു കേബിൾ വയർ ഇട്ട് വെച്ചു. ആ കേബിൾ വയറാണ് എന്ത്? പൊക്കിൾ. അവിടെ ആയി ചൊറിയുന്നേ. വിദേശത്തോട്ടൊക്കെ പോയാൽ ഇപ്പോൾ ഓരോ പെൺപിള്ളേർ അവിടെ കമ്മൽ കുത്തിയാണ് നടക്കുക. അത് സെക്ഷുവൽ സിമ്പലല്ല. ആരെ ഓർക്കാനാ? അമ്മയെ ഓർക്കാനാ. അമ്മയെ ഓർക്കാൻ വേണ്ടി ജഗതി കൊടുത്ത, പ്രകൃതി കൊടുത്ത ഒരു ദാന പൊക്കിൾ അവിടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പൊക്കിളെ ഇട്ട് ഒരസുമ്പോഴാണ് പാട്ട് വരിക. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു തമിഴ് സഹോദരൻ, അത് ഞാൻ കണ്ണിന് സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. ഒറ്റ മോനേ ഉള്ളൂ. അമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു. ഇളങ്ങ് പേടിച്ചു, ഭയങ്കര സങ്കടവും കരച്ചിലും. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനിവിടെ വരാം. രാത്രി ഞങ്ങൾ മാർത്താണ്ഡം പോയി, നാഗർകോവിൽ. ചെല്ലുന്നിടത്തൊക്കെ ഫോൺ വരുന്നുണ്ട്, എവിടായി അമ്മ മരിച്ചു പോവുക. പക്ഷെ ഞങ്ങൾ അടുത്തങ്ങോട്ട് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം നിൽക്കുക. ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ നിൻ്റെ പെട്ടെന്ന് ചെല്ലും, നിൻ്റെ അമ്മ നിന്നെ നോക്കി കിടക്കുക. ഞാൻ മരിച്ചില്ലേ? ഞങ്ങളവിടെ ചെന്നപ്പോൾ ഈ അമ്മ ശരിക്കും മരിച്ച പോലെ കിടക്കുന്നു, വെള്ളയൊക്കെ വിരിച്ചേക്കുന്നു, ചുറ്റും ആൾക്കാരിരുന്ന് പാട്ട് പാടും. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അമ്മയുടെ തൊണ്ടക്കുഴി ചെറിയൊരു അനക്കമുണ്ട്. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടൊരു മിസ്റ്റീരിയസ് ആയിട്ടൊരു കാഴ്ച, നിഗൂഢമായൊരു കാഴ്ച. ഈ മകൻ ഇങ്ങനെ അമ്മയെ എടുത്തിട്ട് അമ്മയുടെ തലയെടുത്ത് മടിയിലോട്ടൊക്കെ വെച്ച് അമ്മ കുറേ നേരം ഇരുന്നു. അമ്മയെ തൂത്തു. എന്നിട്ട് ചെവിയിലോട്ട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അമ്മ അപ്പനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഈ കണ്ണടച്ച് കിടന്ന അമ്മ കണ്ണു തുറന്ന് ഈ മോനെ നോക്കി. 2 കണ്ണിക്കൂടെയും ഓരോ തുള്ളി കണ്ണീര് വന്നു. കണ്ണടച്ചു. അപ്പോൾ ഈ അമ്മ ആരെ ഏൽപ്പിക്കാൻ കിടക്കുക? മോനെ, അപ്പനെ ഏൽപ്പിക്കാൻ കിടക്കുക. എന്തൊരു നിഗൂഢമായ കാഴ്ച. അതൊക്കെയാണ്. ഇതെല്ലാം ഭയങ്കര മിസ്റ്ററീസാണ്. ക്രൂശി കണ്ട ഒരു നിഗൂഢതയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു. എന്നിട്ട് കൊണ്ടടക്കി. മുഖം മൂടിച്ചില്ല, അത് വേറെ കാര്യം. ഞങ്ങൾ വാലം വെച്ച് നിന്നു. അമ്മയുടെ കാശിൽ. ആ കാശ് കൊണ്ടാണ് ഞാനന്ന് ബന്ന് കൊടുത്തേ. ബന്നും കാപ്പിയും കൊടുത്തത് അമ്മ അന്ന് തന്ന കാശ. ഗുണ്ടകളും ഞങ്ങളുടെ പാസ്റ്റർമാരായിരുന്നു. കയറിയപ്പോഴാണ് ഞാൻ പറഞ്ഞു,
കൈ കോർത്ത് പിടിച്ച് വട്ടം നിന്നോളാൻ പറഞ്ഞു. തൊടിപ്പിച്ച് മുഖം പിടിച്ചില്ല, അത് വേറെ കാര്യം, അമ്മ വാക്ക് കൊടുത്തതല്ലേ. എന്നാലും എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്തൂടെ വരുമ്പോൾ റോഡ് ബ്ലോക്കായി, ഭയങ്കര ബ്ലോക്ക്. റാന്നി വൈക്കം നമ്മുടെ ഈ പ്രിയപ്പെട്ട ആൻറ്റിയുടെയൊക്കെ അമ്മ വീട് ആ ഭാഗം, ഇവിടുത്തെ മമ്മിയുടെയൊക്കെ. അപ്പോൾ അവിടുന്ന് ഞാനിങ്ങനെ ആ വൈക്കത്തുനിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ വണ്ടി എഴുതുന്നത് പറഞ്ഞു, എന്തോ ഇവിടെ വണ്ടി ഇടിച്ചാണ്, ഞാൻ നോക്കട്ടെ. അതിൻ്റെ ഇറങ്ങി നടന്നപ്പോൾ സൈഡിൽ ഇരുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അദ്ദേഹം ഒരു നായർ സഹോദരനാണ്, പാസ്റ്ററല്ലേ, പ്രിൻസിപ്പാസ്റ്ററല്ലേ, എനിക്ക് നേരത്തെ അറിയാം, ഇപ്പോൾ എനിക്കും ഇദ്ദേഹത്തെ അറിയാം, റാന്നിക്കാരല്ലേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റേ, അന്ന് ആ മരണത്തിന് ഞാനുണ്ടായിരുന്നു. എൻ്റെ പൊന്നു പാസ്റ്റേ, അടക്കം കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയാവും. ഇതുപോലൊരു സങ്കടം വരണ്ടായിരുന്നു അങ്ങ് തോന്നി. ഞാൻ ചെന്താ പറ്റി, പാസ്റ്റർ പറഞ്ഞില്ലേ ഇങ്ങനെ അമ്മ കാത്തിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. ഞാനും ഒറ്റ മോനാ പാസ്റ്റേ, അയാൾ കലാകാരനാണ്, നല്ലപോലെ വരയ്ക്ക് എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഗൾഫിലായിരുന്നു, സൗദിയിൽ. എന്തോ ചെയ്യാൻ, അവിടെ വെച്ച് എൻ്റെ അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞു. ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ ഈ അറബാബ് എനിക്ക് അവധിയും തരത്തില്ല, ഞാൻ പത്താക്ക എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് എൻ്റെ ജോലി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാനും കയറിപ്പോന്നു പാസ്റ്റേ. അവൻ ജോലി പോയാൽ പോട്ടെ, അമ്മയെ കണ്ട്. ഞാൻ വന്നു, അമ്മയെ കണ്ടു, രാത്രി മുഴുവൻ അമ്മയുടെ കൂടെ ഇരുന്നു. വെളുപ്പിനെ അമ്മ അങ്ങ് മരിച്ചുപോയി. പക്ഷേ പാസ്റ്റർ പ്രസംഗിച്ചപ്പം തൊട്ട് എനിക്കൊരു ഭയങ്കര സങ്കടം. ഞാൻ അതന്നെ, ഞാനന്ന് വരാതിരുന്നായിരുന്നെങ്കിൽ എന്നെ കാണാൻ വേണ്ടി നോക്കി ഇപ്പോഴും ജീവനോട് ഇരിക്കുമായിരുന്നു, ഇപ്പോഴും ജീവനോട് ഇരിക്കുക. അപ്പം ഞാൻ വന്നുകൊണ്ടാണോ ചത്തുപോയത്, എനിക്കങ്ങ് സങ്കടമായി പോയി പാസ്റ്റർ. ഞാൻ വന്നില്ലായിരുന്നേ ഇപ്പോഴും ഇങ്ങനെ നോക്കി. അപ്പോൾ അത്രയും ബോധം ആർക്കുണ്ടായി? ഒരു അക്രൈസ്തവനായ സഹോദരൻ ഉണ്ടായില്ലേ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം, ആരെ നോക്കി പഠിച്ചാൽ മതി? യേശുവിനെ നോക്കി പഠിച്ചാൽ മതി. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഞാനും എൻ്റെ അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. ഒരു അനിതര സാധാരണമായ ഒരു ബന്ധം ഞാനും അമ്മയും കൊണ്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ ആയിരുന്നു എല്ലായിടത്തും പോകുന്നു, അമ്മയും കൊണ്ട് ഞാനും കൂടെ ആയിരുന്നു. ശുശ്രൂഷയ്ക്ക് പോകുന്ന എല്ലാം അമ്മയായിട്ടായിരുന്നു. അമ്മയെ ഞാനിവിടെ കൂട്ടാം. അമ്മ ഇച്ചിരി ക്ഷീണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഈ ഊട്ടി നടന്ന് എല്ലാം ചെയ്തവർക്ക് ഇരുന്നാ പോയി അവർക്ക് ഭയങ്കര സങ്കടമാണ്. അവർ ഈ ആക്റ്റീവായിട്ടിരിക്കുന്നവർ അധികം കിടന്നു പോയാലും ഇരുന്ന് പോയാലും അവർക്ക് പിന്നെ അത് ബെയർ ചെയ്യാൻ പാടാം. അങ്ങനെ ഞങ്ങളുടെ ഒരു VBS നടക്കുക, ഭയങ്കര VBS ആണ്. 12,000 അടുത്ത കുട്ടികൾ, VBS ബഹളം, അതിൻ്റെ എതിർപ്പുകൾ, പിറ്റേ ദിവസം റാലി വേണോ വേണ്ട എന്നുള്ള ആശങ്ക, റാലി ആക്രമിക്കപ്പെടുമെന്നൊരു ചിന്ത, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ അമ്മ പതുക്കെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഈ എല്ലാ വീട്ടിലൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ്, വലിയ കാര്യമൊന്നുമല്ല. എന്നോടൊന്നും പറഞ്ഞില്ല, എന്നോടൊന്നും ആലോചിക്കത്തില്ല, ഇപ്പോൾ ഇന്നേ ആർക്കും വേണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ പതുക്കെ ഇങ്ങനെ പുലമ്പാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് എന്തൊക്കെ പറഞ്ഞു. അമ്മ പിന്നെ ഏതെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ഒരൊറ്റ വാക്ക്, എനിക്കങ്ങ് ദേഷ്യം. ഞാൻ പറഞ്ഞു, അമ്മ നോക്കിയാൽ നിങ്ങളിപ്പോൾ ഈ ടെൻഷൻ അടിപ്പിച്ച് എന്നെ ഇനി ഇതിൻ്റെ കുഴപ്പങ്ങളുള്ള മനുഷ്യനെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങിയേക്കുക, നിങ്ങൾ നോക്കിയോ, നിങ്ങൾ പുത്രദുഃഖം കണ്ട ജാഗത്തുള്ളൂ. എന്തോ പറഞ്ഞത് എനിക്കും അറിയത്തില്ല. ഞാൻ മറന്നു, അമ്മ മറന്നു. ഞാൻ പിന്നെ അമ്മയുടെ കൂടെ കിടക്കുന്നത്. ഞാൻ പോയി കല്യാണം കഴിച്ച് അമ്മ മരിക്കുന്ന വരെയും അമ്മയെ ഉറക്കിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ മുറി പോകത്തുള്ളായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന് അമ്മയുടെ കൂടെ കിടക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു മോനായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും, ഒരു വീട്ടിൽ ഒരു മോൻ ഉണ്ടാകരുത്, ഒരു മോനെ കൂടെ ഉണ്ടായ. ഒരു മോൻ മാത്രം ഉള്ളെങ്കിൽ ഈ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. 1-2 പിള്ളേരുണ്ടെങ്കിൽ അത്രയും വരത്തില്ല. ഏതായാലും അമ്മ മരിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ഒരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ഈ പ്രവാചകൻ എന്നോടൊരു ദൂത് പറയാണ്, പാസ്റ്റർ പ്രിൻസ്, ദൈവാത്മാവ് നിൻ്റെ മുമ്പിൽ ഒരു വാക്ക് വെളിപ്പെടുത്തുന്നു, പുത്രദുഃഖം. ആ വാക്കിങ്ങനെ കിടക്കുക. ഞാൻ പേടിച്ചു പോയി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നീ ഒത്തിരി പ്രാർത്ഥിച്ചോണം. ഞാൻ എൻ്റെ ഒരു ബുള്ളറ്റിലാണ് വരിക. ഞാൻ ആ ബുള്ളറ്റേ വന്നിട്ട് ഒരു വനമുണ്ട് പൊന്തമ്പുഴ, ആ വനത്തിൽ ബൈക്ക് കയറ്റി വെച്ചിട്ട് ഞാൻ അവിടെ പതുക്കെ ഇരുന്നു. എന്തായിരിക്കാം പുത്രദുഃഖം? എന്തുകൊണ്ടാണ് എന്നോട് ആ വാക്ക് പറഞ്ഞത്? ദൈവാത്മാവ് ഒരു റീല് പോലെ എന്നെ കാണിക്കുക, അമ്മയോട് ഞാൻ ചാടി പറയുന്നത് പുത്രദുഃഖം കണ്ട ജാഗത്തുള്ളത്. ഞാനിത് ആരോട് പോയി ക്ഷമ പറയും? അമ്മ മരിച്ചു പോയില്ലേ, ജീവിച്ചിരിപ്പുണ്ടേ പറയാം. അന്നാണ് എനിക്ക് പിടി കിട്ടിയത്. ഒരു വാക്കിന് പോലും അവിടെ കിടക്കും. തള്ളയെന്നൊക്കെ പറഞ്ഞ് ചാടുന്ന എല്ലാം ഓർത്തോണം. ഇങ്ങനെ കിടക്കും, അരിവാള് പോലെ, വാള് തൂങ്ങി കിടക്കുന്ന പോലെ ഇതൊക്കെ കിടക്കും. എൻ്റെ ജീവിതത്തിൽ പറ്റിയൊരബദ്ധമാണ്. അപ്പോൾ എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു വാക്ക് പോലും പോകരുതെന്ന് പഠിപ്പിച്ചത് യേശു. അതിനുശേഷം യേശു പറഞ്ഞു സകലവും തികഞ്ഞു വന്നു. 2 ഭാഗങ്ങൾ. കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്. ഇന്നത്തെ പട്ടിക്കുട്ടിയല്ല, അന്നത്തെ പട്ടിക്കുട്ടി. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയല്ല, എല്ലും മുള്ളും തില്ലുന്ന നാടൻ പട്ടിക്കുട്ടി.
അന്ന് ഇപ്പോഴാണ് പട്ടിക്ക് സ്പെഷ്യൽ ഫുഡ് കൊടുക്കുക. അന്ന് എല്ലാവരും എന്താ കൊടുക്കുക? പട്ടിയെ വളർത്തുന്ന പോലും വേസ്റ്റ് തിന്നാൻ വേണ്ടിയാണ്. പട്ടിയും കോഴിയും എല്ലാം നമ്മുടെ വേസ്റ്റ് തിന്നാണ്. എല്ലാം കഴിയുമ്പോൾ മുള്ളും എല്ലും എല്ലാം കൂടെ ഇളക്കി ഇച്ചിരി ചോറും എല്ലാം കൂടെ മിച്ചം വെച്ച് എല്ലാം കൂടെ ആർക്ക് കൊടുക്കും? പട്ടിക്ക് കൊടുക്കും. പക്ഷേ എനിക്ക് പട്ടി പിള്ളേരെ പോലെ വലിയ ഇഷ്ടമായതുകൊണ്ട് 4 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നപ്പം ഇച്ചിരി ആരാണ്ടെല്ലാം വന്നിട്ട് പോയതുകൊണ്ട് എല്ലാം ഇറച്ചിയും മീനും ഏതാണ്ടെല്ലാം ഉണ്ടായിരുന്ന കൂട്ടി അമ്മ ചോറ് തന്നിടാ കഴിക്കുക, എല്ലാം കറിയെല്ലാം ഉണ്ട് കഴിച്ചു. അമ്മ അങ്ങോട്ട് പോവുകയും ഞാനിതെല്ലാം ഇറച്ചി മീനും എല്ലാം കൂടെ ഇളക്കി പട്ടിക്ക് കൊടുത്തു. പട്ടിയോടുള്ള സ്നേഹക്കൂടുണ്ട്. എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ചാരുകസേരയെ കിടക്കുക. അപ്പച്ചൻ അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, എല്ലാം പട്ടിക്ക് കൊടുത്തോ? പിടിക്കപ്പെട്ടല്ലോ. ഞാൻ പെട്ടെന്ന് അന്നൊരു 8 വയസ്സേ 9 വയസ്സേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഈ പട്ടിക്കുട്ടിയുടെ മുമ്പിൽ നീ പാത്രം എടുത്തിട്ട് അപ്പച്ചനെ നേരെ എന്നാൽ അപ്പച്ചൻ കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ എന്നെ അടിച്ചായിരുന്നു, എനിക്ക് കുഴപ്പമില്ല. അപ്പച്ചൻ അടിച്ചില്ല. അപ്പച്ചൻ ഈ ചാരുകസേര കിടന്നുകൊണ്ട് കണ്ണ് നിറയുന്ന കണ്ടു. എനിക്ക് മനസ്സിലായി എന്തെങ്കിലും തെറ്റായിപ്പോയി. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, അപ്പച്ചൻ അടിക്ക്. അതിന് നീ എന്തിനാ അടിക്കുന്നേ? ഞാനിങ്ങനെ പറഞ്ഞില്ല, ഞാനൊന്നും കേട്ടില്ലല്ലോ. ആ മനുഷ്യനെ അടിച്ചില്ല. അപ്പച്ചൻ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. അതിന് മോനൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോ. എന്നെ അടിച്ചായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നേനെ. പക്ഷെ അടിക്കാതെ കിടന്നുകൊണ്ടുള്ള കണ്ണ് നിറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ തേങ്ങല. ഒരു വാക്കിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ പൊന്നോമന മക്കളെ, അന്നേരം അമ്മയെ ഓർത്ത ഒരാളുണ്ട്. ആരാ? യേശു. അപ്പോൾ അമ്മയോട് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശു. കാരണവരോട് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? ഇന്ന് പോയി വർത്തമാനം പറയോ? ആരോട്? കൂട്ടുകാരനല്ല, അപ്പനോട്. എത്ര മണിക്കൂർ? 1 മണിക്കൂർ. എന്നിട്ട് വൈകിട്ട് വരാവും. ഓക്കെ, 1 മണിക്കൂർ 1 മിനിറ്റ് കുറയരുത്. അപ്പോൾ ദൂരമൊക്കെ ആണെങ്കിൽ വണ്ടി കയറി ഒന്ന് പോയേക്കണം, ഇന്നല്ലെങ്കിൽ നാളെ. എന്തിനാ? ചുമ്മാ പ്രിൻസിപ്പൽ മാസ്റ്റർ പറഞ്ഞ് അച്ചാൻ്റെ അടുക്ക് വന്ന് 1 മണിക്കൂർ വർത്തമാനം പറഞ്ഞിട്ട് വിളിക്കാൻ. കേട്ടല്ലോ? ഓക്കെ. അടുത്ത ആഴ്ച ഒന്ന് ചോദിച്ചേക്കണേ പാസ്റ്ററെ, 1 മണിക്കൂർ വർത്തമാനം പറഞ്ഞ ആരുണ്ടെന്നേ കൈ പൊക്കാമെന്ന് പറഞ്ഞേക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഒരു അപ്പൻ എങ്ങനെയാണെന്ന് അറിയണേ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കി. നമ്മൾ പറഞ്ഞൊരു മകൻ എങ്ങനെ ആകണം, ഒരു അമ്മയോട് എങ്ങനെ ആകണം. യേശു കർത്താവ് ഈ തിബരിയാസിൻ്റെ കടക്കര നിൽക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അവിടെ ഈ പിള്ളേരെല്ലാം കൂടെ അങ്ങ് പോയി. തോമാസും പത്രോസ് ചാടിപ്പോയി. കൂട്ടത്തിൽ എല്ലാ അവന്മാരും പോയി. എല്ലാം കൂടെ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചു. വല്ലതും കിട്ടിയോ? അതാണ് നേരം വെളുത്തപ്പം വലിഞ്ഞ് വന്ന് കയറിയേക്കുക. ഒന്നും കിട്ടാതെ വന്നു. ഇന്നെൻ്റെ ഭാഷ പറഞ്ഞ 4 വർഷം ബിടെക് പഠിച്ചിട്ട് 30 അരിയറുമായിട്ട് വന്ന് നിൽക്കുക. അതാണ് ആ വരവ്. 4 വർഷം ബിടെക് പഠിച്ച് എന്തോ കിട്ടി? ഒന്നുമില്ല. ബിടെക് എത്ര അരിയറുണ്ട്? ആകെപ്പാടെ 40 പേപ്പറേ ഉള്ളായിരുന്നു. അതിനകത്ത് 30 അരിയറാണ്. ആ നിൽക്കുന്ന നിപ്പിൽ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ +2-ന് A+, ഫുൾ A+ കിട്ടാതെ എല്ലാം A ആയിപ്പോയ കുട്ടി വന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ അവന് A+ കിട്ടേണ്ടതായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന കുട്ടികൾ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇവരെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ആരെ പേടിച്ചാ? വീട്ടുകാരെ പേടിച്ച. അവിടെ പ്രതീക്ഷ പോയി. പക്ഷേ ഈ തോറ്റ് വന്നിരിക്കുന്ന കുഞ്ഞിനെ കർത്താവ് വിളിക്കുന്നത് എന്താ? ഒന്നും കിട്ടാതെ വന്നിരിക്കുന്നവരെ യേശു കർത്താവ് വിളിച്ചത് എന്താ? യോഹന്നാൻ 21 എന്താ വിളിച്ചേ? കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? നമ്മളാണ് എന്താ വിളിച്ചേനെ? നമ്മളാണ് എല്ലാം തോറ്റ് എല്ലാം നശിപ്പിച്ച് വന്ന് നിൽക്കുക. എന്താ വിളിക്കും? അയ്യോ പൊന്നുമോനെ വന്ന് കഴിച്ച് മസിൽ കുറയ്ക്കല്ലേടാ, അമ്മ നിറച്ച് വെച്ചിട്ടുണ്ട്, കഴിച്ചു. കൊടുക്ക് പൊന്നാര പോലെ കൊടുക്കടി, അത് മാത്രം കുറയ്ക്കണ്ട. വയസ്സ് 30 ഇപ്പോഴും അപ്പം അന്വേഷിക്കണം. തിന്ന്. അത് കേട്ടാൽ തിന്നാൻ തോന്നുമോ? തിന്നടാ, കുറയ്ക്കരുത്. ഇങ്ങനെയാണ് സാധാരണ പറയുക. പക്ഷേ ഈ തോറ്റു വന്ന മക്കളോട് ഒരൊറ്റ അക്ഷരം വേണ്ടിയില്ല. എന്നിട്ട് വിളിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ട്. എന്നിട്ട് ഈ വലിയൊരു ഭയങ്കര പാഠം അവിടെ പഠിക്കാനുണ്ട്. എന്തോ കൂട്ടി? തീക്കനൽ. അവിടുത്തെ എന്തോ കിടക്കുക? മീന്. പത്രോസിനെ കൊണ്ട് അവിടെ ഇരുത്തി തിന്ന്. അവൻ തിന്നത്തില്ല, ഇറങ്ങത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? ഒരു തീക്കനലിരുന്നോണ്ടാണ് തള്ളിപ്പറഞ്ഞ് 3 വട്ടം. ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. തീ കാണുമ്പോൾ ഉള്ളു പൊള്ളും. അവിടെ ഇരുത്തി തീറ്റിച്ചു. തിന്നടാ മോനക്കളത്, കഴിക്ക്. അവൻ്റെ ഉള്ളു പൊള്ളി, ചങ്ക് പൊള്ളിയായി സാധനം ഇറങ്ങിപ്പോന്നേ. കാരണം ഒരു തീക്കനലിരുന്നോണ്ടാ തള്ളിപ്പറഞ്ഞ്. വഴക്ക് പറഞ്ഞോ? പക്ഷെ മാനസാന്തരപ്പെട്ടോ? വഴക്ക് പറയാതെ മാനസാന്തരപ്പെടുത്താമെന്ന് പഠിച്ച ആരാ? യേശു. ഓടിച്ചു തിന്നെ ഞാൻ കൊന്ന് ആശുപത്രി അപ്പുറത്തല്ലേ.
അമറിയോ നമ്മുടെ പല പ്രിയപ്പെട്ടവർ അങ്ങ് ഞാൻ ഉൾപ്പെടെ ഇരിക്കും. ഞാൻ ചിലപ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ട് ഞാൻ ഈ ചവിട്ട് നാടകം കഴിക്കും. നമ്മൾ ഈ ഭയങ്കര ശാന്തതയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം കയറിയ അപ്പോൾ എന്നോട് ഭാര്യ ചോദിക്കും, നിങ്ങളെന്തിനാ ഈ അലറുന്നത്? നിങ്ങളുടെ ആരോഗ്യം വെറുതെ കളത്ത്. നമ്മളീ ഭയങ്കര ശാന്തരൊക്കെ അന്നേരം ചില സമയത്ത് നമുക്കും അങ്ങ് ദണ്ണം വരും. പക്ഷെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്ന ഒരു യേശുവിനെ കണ്ടു. കഴിക്ക് തീക്കി ഇരുത്തി കഴിപ്പിച്ചു. അവൻ്റെ ആമാശയം പൊള്ളിയില്ലേ? ആരുടെ? പത്രോസിൻ്റെ. മീനൊക്കെ അപ്പോളെ ദഹിച്ചു പോയി. ഇതാണ് മാനസാന്തരത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മാനസാന്തരം. ഇത് പഠിക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഈ പിള്ളേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. നമ്മളെ അന്നത്തെ പ്രശ്നങ്ങളെ അല്ല ഇന്നത്തെ പ്രശ്നം. ആണോ? അല്ല. നമ്മുടെ അന്നത്തെ പ്രശ്നം മാക്സിമം എന്തായിരുന്നു? മാക്സിമം ഓണത്തിന് ഇച്ചിരി അടിച്ചു. അത് അടിച്ചപ്പോഴേ അവൻ വാള് വെച്ച് ഛർദ്ദിച്ച് വീട്ടുകാരെല്ലാം അറിഞ്ഞ് ചവിട്ടി കൂട്ടി തീർന്നു. പിന്നെ കുടിച്ചിട്ടില്ല. പിന്നെ അങ്ങേയറ്റം ഒന്ന് പ്രേമിച്ചു. അത്രയൊക്കെ ഉള്ളൂ. കെട്ടണോടാ നിനക്ക്, വേണമെന്ന് കൊല്ലണോ, തീർന്നു. അത്രയൊക്കെ ഉള്ളൂ. പെണ്ണ് പറഞ്ഞ് എനിക്ക് അവനെ കെട്ടാൽ മതിയെന്ന്. ആരെ? അവനെ. അമ്മ അങ്ങോട്ട് ഇറങ്ങിയെന്നു, നിനക്ക് അവനെ കെട്ടണോ? കെട്ടും. കെട്ടണോ കൊല്ലടി. 3 ഇടിക്ക് അവൾ പറഞ്ഞ് കെട്ടണ്ടാന്ന്. അത്രയൊക്കെ ഉള്ളായിരുന്നു. 3 ഇടി ഇടിച്ചപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് കെട്ടണ്ടാന്ന്. ഇപ്പം നിങ്ങൾ ഇടിച്ചാൽ നിങ്ങളുടെ നെഞ്ച് കലങ്ങുന്നല്ലാതെ ഒരു കാര്യമില്ല. അവളിങ്ങനെ നിൽക്കും. അപ്പോൾ ആരാണ്ട് പാടി, നെഞ്ചിലാകെ കല്ലാണ്, നെഞ്ച് മൊത്തം കല്ലാണ്. അതുകൊണ്ട് ഇടിച്ച് മറ്റേ വഴക്ക് പറഞ്ഞ് മാനസാന്തരപ്പെടുത്താം, കരഞ്ഞ് ശരിയാക്കാം, ഇടിച്ച് ശരിയാക്കാം. ഇതിനെ എങ്ങനെ ശരിയാക്കും? ഇടിച്ചാലേക്കത്തില്ല, കരഞ്ഞാലേക്കത്തില്ല, വഴക്ക് പറഞ്ഞാൽ ഒട്ടും ഒക്കത്തില്ല. അങ്ങ് വൈരാക്കും, കൊല്ലോ, അടിച്ച് നിൽക്കും. ഇവരെല്ലാം എങ്ങനെ വളർത്തണമെന്ന് പറയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. എന്തോ യേശുവിനെ നോക്കിയാൽ മതി. തിബരിയാസിൻ്റെ കടൽക്കരയെ കൊണ്ടിരുത്തുക. രാഷ്ട്രീയ സംഘർഷത്തിൽപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട രാഷ്ട്രീയ സംഘർഷത്തിൽപ്പെട്ട ജയിലിൽ പോയ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞൊരു സംഭവം. ഉപദേശിയുടെ മോനെ, കൊച്ചു ഉപദേശിയാണ്, സുവിശേഷകരാണ്. അപ്പോൾ ഇത് ഭയങ്കര പ്രമാദമായ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് അന്ന് അവർ പ്രതിപക്ഷ പാർട്ടി വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇടപെട്ട് ഇവരെ ജാമ്യത്തിൽ വിടണ്ടെന്ന് പറഞ്ഞ് അവിടെ പാർട്ടിക്കാരെല്ലാം വന്ന് നോക്കിയിട്ടും ജാമ്യത്തിൽ വിടാതിരിക്കുമ്പോൾ അവസാനം ഈ ഉപദേശിയായ അപ്പൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയോട് സംസാരിച്ചു, ഞാനൊരു ഉപദേശിയാണ്, എൻ്റെ മോനെ വിട്ടോ. അയാളെ നിപ്പും പാവം എല്ലാം കണ്ടപ്പോൾ സ്വന്തം ജാമ്യത്തിൽ അപ്പൻ്റെ ജാമ്യത്തിൽ മോനെ വിട്ടു. രാവിലെ തൊട്ട് നിൽക്കുക. MLA വരെ വന്നിട്ട് വിടാഞ്ഞത് ഈ അപ്പം വന്ന് ചോദിച്ചപ്പം വിട്ടു നേരെ വന്ന് പോലീസ് സ്റ്റേഷൻ തൊട്ട് വീട് വരെ മിണ്ടിയില്ല. വീട്ടിൽ ചെന്നപ്പം ഉറക്ക അമ്മയോട് പറയാം, എടി അവൻ രാവിലെ പോയി കിടന്നതല്ലേ, ഒന്നും കഴിച്ച് കാണത്തില്ല, നല്ലപോലെ ഇച്ചിരി കഞ്ഞി കൊടുക്കുക, മോനെ നീ കുളിച്ചിട്ട് വന്ന് കഴിക്ക്. അന്ന് പുള്ളി മാനസാന്തരപ്പെട്ടു. ഇതെല്ലാം പഠിക്കണേ ഒറ്റയാളെ നോക്കിയാൽ മതി. ആരെയാ? യേശുവിനെ നോക്കിയാൽ മതി. അതിനാണ് വചനം പറയുക, ആരെ നോക്കണം? ഇനി ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നറിയാൻ യേശുവിനെ നോക്കിയാൽ പോരെ. തന്നെത്താൻ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ഭാര്യയുടെ വേദന അറിയുന്ന, ഭാര്യയൊന്നും പറയണ്ട, പറയാതെ തന്നെ നെടുവീർപ്പ് പോലും മനസ്സിലാക്കുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ അതാരാ? യേശുവാണ്, അല്ലേ? യേശു. അതുകൊണ്ടാണ് നമ്മൾ പാടുക, ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്, പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശ. എല്ലാ മനുഷ്യരും ആരോഗ്യമുള്ളപ്പം കൂടിയിരിക്കും പ്രിയരെ. പക്ഷേ ഈ ആരോഗ്യം പോയ ഒരു ഭാര്യയെ, സൗന്ദര്യം പോയ ഒരു ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നത് സൗന്ദര്യം നഷ്ടപ്പെട്ട ഒരു മണവാളിന് മാത്രമേ ഉള്ളൂ. അവൻ വിരൂപനായിപ്പോയി. അതുകൊണ്ട് ഇന്നും രോഗാതുരിയായ, ആരോഗ്യമില്ലാത്ത, ആർക്കും വേണ്ടാത്ത അവളെ വേണമെന്ന് പറയുന്ന ഒരു മണവാളനുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ ഒറ്റയാളെ നോക്കിയാൽ മതി, യേശുവിനെ. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ആരെ നോക്കുക? യേശുവിനെ നോക്കുക. വലിയ കാര്യങ്ങൾ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ യേശുവിനെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നാൽ നമ്മുടെ ജീവിതം അങ്ങ്
മാറും. എല്ലാ മക്കളും യേശുവിനെ നോക്കിയിട്ട് അപ്പനും അമ്മയും കാണണം. എല്ലാ കുഞ്ഞുങ്ങളും യേശുവിനെ നോക്കിയിട്ട് വേദപുസ്തകം വായിക്കണം. എല്ലാ ഭർത്താവും യേശുവിനെ നോക്കിയിട്ട് ഭാര്യയെ സ്നേഹിക്കണം. എഫേസ്യ ലേഖനം, എല്ലാ ഭാര്യമാരും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം നോക്കി ഭർത്താവിന് കീഴ്പ്പെടണം. എല്ലാ അപ്പന്മാരും ഇങ്ങനെ ക്രിസ്തുവിനെ നോക്കി നല്ല അപ്പനാണ്. ക്രിസ്തുവിനെ നോക്കണം. തെറ്റിപ്പോയിട്ടും അകറ്റാതെ അടുപ്പിച്ചൊരു യേശുവുണ്ട്. എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് നിൽക്കുന്ന ഒരാളല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ നേരിട്ട് വരുമ്പോഴേ ഉള്ളൂ നമ്മൾ ആരാന്നറിയാൻ കഴിയുക. ഹൂ വി ആർ. നമ്മുടെ മർമ്മത്തെ തൊടുമ്പോഴാണ് നമ്മൾ ആരാന്നറിയുന്നത്. എന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. എന്നിട്ടും കുഞ്ഞെന്ന് വിളിച്ച് വരുന്നൊരു യേശുവുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കേ. പിതാക്കന്മാരെ കോപിപ്പിക്കാതെ, മക്കളെ കോപിപ്പിക്കാതെ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ ഒന്ന് നോക്കിയേ. എല്ലാവരും യേശുവിനെ നോക്കിക്കേ. ജീവിതത്തിൻ്റെ ബന്ധങ്ങളിലെല്ലാം യേശുവിനെ വെച്ച്, സകല ബന്ധങ്ങളിലേക്ക് യേശുവിനെ വിളിച്ച്. ഒരപ്പൻ തൻ്റെ പിതാവായിരിക്കാൻ എനിക്ക് ഒക്കുന്നില്ല കർത്താവ്, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, പല ടെക്നിക്കും എനിക്ക് ഫലിക്കുന്നില്ല. ഐ ഡു നോട്ട് നോ ഹൗ ടു മാനേജ് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. യേശുവിനെ നോക്കിയാൽ മതി. എൻ്റെ അപ്പൻ്റെ അടുക്ക പോയി കുറച്ച് നേരം എനിക്കൊന്ന് ഇരിക്കണം. യേശുവിനെ നോക്കിയാൽ മതി. എൻ്റെ അമ്മയുടെ അടുക്ക പോയി ഇരിക്കണമെന്നുണ്ട്. ആ തീവ്രവേദനയിലും അമ്മയുടെ കാര്യം ഓർത്ത യേശു. പ്രിയരെ, ഇതെല്ലാം യേശുവിനെ നോക്കിയാൽ മതി. യേശു